2022 ഇന്ത്യ ഇംപ്ലിമെൻ്റ് ചെയ്ത അഗ്നിപഥ് എന്ന പുതിയ റിക്രൂട്ടിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഇന്നും അനേകം ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ട്. എങ്ങനെയൊക്കെയാണ് അതിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, എപ്പോഴാണ് അതിൻ്റെ ആരംഭിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷനുകൾ ഇന്നും ആളുകൾക്കുള്ളിലുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ബ്രിഗേഡിയർ YSM NA സുബ്രഹ്മണ്യൻ സാറാണ്. റിക്രൂട്ടിംഗ് മാനുവൽ ഉൾപ്പെടെ അതിൻ്റെ എല്ലാ പ്രോസസ്സിലും ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ സാറിൻ്റെ വലിയ പങ്ക് ഇന്ത്യൻ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു റിസോഴ്സിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അഗ്നിപഥും അഗ്നിവീർ ഉൾപ്പെടെയുള്ള അതിൻ്റെ കാര്യങ്ങളിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്തേ. നമസ്കാരം സാർ. നമസ്തേ സാർ, നമ്മളിന്ന് അഗ്നിപഥ് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ടിംഗ് ആ ഒരു ആക്ടിവിറ്റീൻ്റെ പീരീഡാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സാറിന് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അതിൻ്റെ വഴികളിൽ സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ ഈ ഒരു സ്കീമിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ സാറാണെന്ന് അറിയാം നമുക്ക്. കാരണം അതിൻ്റെ സിലബസ് അടക്കം പല കാര്യങ്ങളും സാറാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സാർ, നമുക്ക് എന്താണ് അഗ്നിപഥ് അല്ലെങ്കിൽ എന്താണ് അഗ്നിവീർ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു സംസാരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ അഗ്നിപഥ് എന്ന് പറയുന്നതേ, നമ്മൾ 2022 ജൂൺ മാസത്തിൽ, ടു ബി വെരി പ്രിസൈസ് ജൂൺ 14-ാം തീയതി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ്. അപ്പോൾ ഈ സ്കീം കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിനു മുമ്പ് സാധാരണ ഒരു സോൾജർ മിലിറ്ററി എന്നാൽ ഒരു 15 വർഷം മിനിമം സർവീസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ റാങ്കിനും പ്രൊമോഷനും അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു JC ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 വർഷത്തെ സർവീസ് ചെയ്യാം, 32 വർഷത്തെ സർവീസ് ചെയ്യാം. ഒരു സീനിയർ മോസ്റ്റ് അപ്പോൾ ഒരു 32-34 വർഷം വരെയൊക്കെ സർവീസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദി ആംസ് ആൻഡ് സർവീസസ്. അങ്ങനെയായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സ്കീം, അഗ്നിപഥ് എന്ന് പറയുന്ന ഈ സ്കീം എന്തിനു കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഓരോ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ഡിഫൻസ് ബജറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ അതായിരുന്നു. ഈ ഡിഫൻസ് ബജറ്റ് ഉണ്ടല്ലോ, ആ ഡിഫൻസ് ബജറ്റിൽ നല്ലൊരു പെർസെൻറ്റേജ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഓരോ വർഷം കൂടുന്തോറും കിട്ടുന്ന ആ ഒരു ഷെയർ ഉണ്ടല്ലോ, ആ ഷെയർ കുറഞ്ഞു വരികയാണ്. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആംസ്, അമ്യുനേഷൻ, ഈ വക കാര്യങ്ങൾ ഇതൊക്കെ കൂട്ടാനുള്ള, വാങ്ങിക്കാനുള്ളതും ഡെവലപ്പ് ചെയ്യാനുള്ള ആ വക കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അത് കുറയും. അത് കുറഞ്ഞു വരികയാണ്. കാരണം കൂടുതൽ വർഷങ്ങളാകുമ്പോൾ പിന്നെ കൂടുതൽ ആൾക്കാർ റിട്ടയർ ആവുമല്ലോ സർവീസ്. അപ്പോൾ ഓരോ വർഷവും നമ്മുടെ ഈ വെറ്ററൻസിൻ്റെ സ്ട്രെങ്ത് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അത്രയും വെറ്ററൻസിന് പിന്നെ പെൻഷൻ കൊടുക്കണം. അതുമാത്രമല്ല, ഇവരുടെ വെൽഫെയറിനായിട്ട്, വെറ്ററൻസിൻ്റെ വെൽഫെയറിനായിട്ട് വേറെ പല കാര്യങ്ങളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ECHS, എക്സ് സർവീസ്മെൻ കൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിനൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ പറയില്ലേ, ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിന് നമുക്ക് കിട്ടുന്ന ആ ഷെയർ കുറഞ്ഞു വരും. അതൊരു ഫാക്ടർ. ഇനി അടുത്തൊരു ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ, നമ്മളുടെ ഏവറേജ് ഏജ് പ്രൊഫൈൽ ഉണ്ടല്ലോ സോൾജേഴ്സിൻ്റെ, അത് 32 വർഷമായി. 32 വർഷം. അപ്പോൾ 32 വർഷം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറെ കൂടുതലാണ്. കാരണം നമ്മൾ പല ഫ്രണ്ടിലും നമുക്ക് യുദ്ധം ചെയ്യണം. സിയാച്ചിൻ ഗ്ലേഷ്യർ, അപ്പോൾ അവിടെ -40, -42, -45 ഡിഗ്രീസ്. അതുകൂടാതെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരണം, ഡെസേർട്ടിലേക്ക് വരണം, എക്സ്ട്രീം ചൂടിലേക്ക്. അവിടെ എന്നാൽ ജയ്സൽമീറിലൊക്കെ 50 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ആവാറുണ്ട്. അതുമാതിരി നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ, ഇപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ജംഗിൾ ടെറൈൻ ഉണ്ട്, നമുക്ക് എല്ലാ തരത്തിലുള്ള ടെറൈനും ഉണ്ട്. ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു ടെറൈനും, മൗണ്ടനസ് ടെറൈൻ ഉണ്ട്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെറൈൻ ഉണ്ട്, ഗ്ലേഷ്യർ ഉണ്ട്, ഓക്കെ, ഡെസേർട്ട് ഉണ്ട്, സെമി ഡെസേർട്ട് ഉണ്ട്, ജംഗിൾ ടെറൈൻ ഉണ്ട്, റിവറിൻ ടെറൈൻ ഉണ്ട്, ഇങ്ങനെ എല്ലാ ടെറൈനും ഉണ്ട്. അപ്പോൾ ഈ ടെറൈനിലൊക്കെ നമ്മൾ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മൾ സോൾജേഴ്സ് വളരെയധികം ഫിറ്റ് ആവും. അപ്പൊ നമ്മുടെ ഏവറേജ് പ്രൊഫൈൽ ഞാൻ പറഞ്ഞല്ലോ 32 വർഷം. അപ്പൊ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവരണം നമ്മൾ, അത് കൊണ്ടേ പറ്റൂ. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് നമ്മൾ കാർഗിലടക്കം നമ്മൾ കണ്ടതാണ്. കാർഗിൽ യുദ്ധത്തിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അവിടെ അടക്കം കണ്ടാണ്. അപ്പൊ നമുക്ക് ആ ഇത് അവിടെ നിന്ന് കുറച്ച് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ഇതിനെ പറ്റിയിട്ട് ചിന്തിച്ചപ്പോൾ നമ്മൾ കണ്ട ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, ഇതേമാതിരി ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് പറ്റില്ല. പിന്നെ വേറൊന്ന്, ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ എംഫസിസ് എന്താണെന്ന് വെച്ചാൽ, ലോകോട്ടാകളുടെ എംഫസിസ് ഇപ്പോൾ എൻ്റെയൊക്കെ അറിയാം, ടെക്നോളജി, സയൻസ്, ഇത് ഇങ്ങനെ വേഗം ഇങ്ങനെ മുന്നോട്ട് പോയിക്കാണ്. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 6 വർഷം 7 വർഷം 8 വർഷം മുമ്പ് നമ്മൾ എവിടെ കേട്ടു ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതൊക്കെ? ഇപ്പൊ ഈ ഡ്രോൺ ടെക്നോളജി ഒന്നും പണ്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ടെക്നോ സേവി ആയിട്ടുള്ള സോൾജേഴ്സിനെ വേണം. അപ്പൊ നമ്മള് ഒരു പ്രോസസ്സിൽ ഇങ്ങനെ ജവാന്മാരെ റിക്രൂട്ട് ചെയ്യണു, എന്നിട്ട് അവരെ ട്രെയിൻ ചെയ്യുന്നു, അവരിങ്ങനെ സീനിയറായിട്ട് പോകുന്നു. അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സമയത്തിനനുസരിച്ച് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനെല്ലാം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തതാണ് ഈ അഗ്നിപഥ് സ്കീം. അപ്പോ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അഗ്നിപഥും അഗ്നിവീറും തമ്മിലുള്ള വ്യത്യാസം. അഗ്നിപഥ് എന്ന് പറയുന്ന ആ സ്കീമിന്റെ പേര്, അഗ്നിപഥ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ടിംഗ് സ്കീമിന്റെ ഇതിന്റെ പേരാണ്. അതിൽ നിന്ന് നമ്മൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഈ സോൾജേഴ്സിനെയാണ് നമ്മൾ അഗ്നിവീർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ അഗ്നിപഥ് എന്ന് പറയുന്നത് 1990 അമിതാഭ് ബച്ചന്റെ ഒരു മൂവിയുണ്ട്. ആ മൂവിയിൽ നിന്നാണ് ഈ പേര് നമ്മള് വരുന്നത്. അപ്പോ അഗ്നിപഥ് വെച്ചാൽ എന്താ? അഗ്നി വെച്ചാൽ ഫയർ അല്ലേ, പഥ് വെച്ചാല് വേ. അപ്പൊ ഇത് 4 വർഷത്തെ ഒരു സ്കീമാണ്. 4 വർഷത്തെയാണ് ഈ സ്കീം. അപ്പൊ ഈ 4 വർഷം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് സർവീസിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ അതിനൊരു 25% അവിടെ റിട്ടൈൻ ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക പ്രോസസ് ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രൈമറി വ്യത്യാസം. സർ, എന്താണ് അതിന്റെ ഈ ഒരു സ്കീമില് സെലക്റ്റഡ് ആവാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അതിലേക്കുള്ള ഒരു പ്രോസസ്സ് ആദ്യം ഉണ്ടായിരുന്ന അതേ പ്രോസസ്സിൽ സാധാരണ സോൾജേഴ്സിനെ നമ്മൾ അഗ്നിപഥ് സ്കീം വരുന്നതിന് മുമ്പ് നമ്മൾ റിക്രൂട്ട് ചെയ്തിരുന്നില്ലേ? പ്രോസസ്സിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം. പിന്നെ സമയത്തിനനുസരിച്ച് ചില ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ആദ്യം ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമിനേഷൻ സോൾജേഴ്സിന് വേണ്ടി. അപ്പോൾ ആദ്യം ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് പ്രോസസ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഫൈനൽ സ്റ്റേജിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ഈ ലോജിസ്റ്റിക്സ് കുറേ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ കാരണം ഒരു നല്ലൊരു ശതമാനം കുട്ടികൾ ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷനിൽ തന്നെ ഔട്ടാവും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ് ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ റിക്രൂട്ട്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇത് നടക്കുകയാണ്. അതുകൂടാതെ പിന്നെ വേറെ ഒരു അഡീഷണൽ എലിമെന്റ് കൂടെ ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് പല വിധത്തിലുള്ള സൊസൈറ്റിയിൽ നിന്ന്, എല്ലാ സൊസൈറ്റിയിൽ നിന്നും ആൾക്കാർ വരികയാണ്. ഇവര് വന്നിട്ട് ഒരിക്കൽ മിലിറ്ററിയുടെ ഇതിനകത്ത് കയറി ഒന്നൊന്നിയാക്കി. അപ്പൊ ഇതിനകത്ത് കയറി വന്നതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സോൾജർ ഒരിക്കൽ അവൻ്റെ ട്രെയിൻ കഴിഞ്ഞു, അവൻ്റെ അറ്റസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അവൻ യൂണിറ്റിൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുകയാണ്, നൗ ദിസ് ഫെല്ലോ ഈസ് എ സ്ക്വയർ പെഗ് ഇൻ എ റൗണ്ട് ഹോൾ. അവനവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. കാരണം പല തരത്തിലുള്ള ചിന്താഗതി പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഉണ്ടല്ലോ. അപ്പൊ അതിന് വെദർ ദിസ് gentleman is suitable to accommodate himself, adapt himself to the army this thing. അപ്പോൾ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും കൂടെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ ആ ടെസ്റ്റിംഗ് മെത്തേഡ്സും ഇപ്പോഴത്തെ ടെസ്റ്റിംഗ് മെത്തേഡ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സർ, ഇതിന്റെ ഈ റിക്രൂട്ടിംഗ് മാനുവൽ
സാറാണ് അതിന്റെ ഒരു പുറകിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ഒരാള് അത് പ്രിപ്പയർ ചെയ്തതില്, അല്ലെ? സാർ എന്തായിരുന്നു അതിന്റെ ഒരു മാനുവൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സാറിന്റെ ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഒന്ന്. എൻ്റെ എന്താ ഉണ്ടായെന്നറിയോ, കാർഗിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ എന്നെ സ്കൂൾ ഓഫ് ആർട്ടിലറിയിലേക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ ഈ LGC ഡിവിഷൻ എന്ന് പറയുന്ന ആ ഡിവിഷൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ സാധാരണഗതിയിൽ അതൊരു 3 വർഷത്തെ ടെന്യൂറാണ്. പക്ഷെ കൃത്യം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് ഈ റിക്രൂട്ടിംഗ് ഓർഗനൈസേഷനിലേക്ക് പോസ്റ്റിംഗ് ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫായിട്ടുള്ളൊരു അസൈൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം റിലേറ്റീവ്ലി ഒരു നല്ലൊരു ഇതാണ് സ്കൂൾ ഓഫ് ആർട്ടിലറി ദേവലയിലത്തെ ടെന്യൂർ. അപ്പോൾ 1.5 കൊല്ലം അപ്പോൾ ശരിക്കും നിരാശയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ റിക്രൂട്ടിങ്ങിലേക്ക് പോകുന്ന ഓഫീസേഴ്സിനെ പറ്റി പൊതുവെ ഉള്ള ജനത്തിന് നല്ലൊരു അഭിപ്രായമല്ല. കാരണം അവിടെ കുറേ കറപ്ഷൻ ഉണ്ട് ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റിംഗ് ഇങ്ങനെ ഇതിലേക്ക് വന്നെന്ന് പറഞ്ഞപ്പോൾ സ്കൂൾ ഓഫ് ആർട്ടിലറിയിലത്തെ എൻ്റെ സീനിയർ ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായി. അവർ പറഞ്ഞു, നീ എങ്ങനെ പോകും, അവിടെ നിൻ്റെ പോസ്റ്റിങ്ങൾ ക്യാൻസൽ ചെയ്യിക്കുകയാണ്. അങ്ങനെ അവർ ആ കേസൊക്കെ ടേക്കപ്പ് ചെയ്തു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അവർ പറഞ്ഞു, ആർമി ഹെഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞു, ആദ്യം ഈ ഓഫീസർ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എവിടെ പറഞ്ഞു വെച്ചാലും നമ്മൾ പോകാൻ തയ്യാറാണ്. അങ്ങനെയാണ് ഞാൻ ഒരു ഡയറക്ടർ റിക്രൂട്ടിംഗ് ആയിട്ട്. അപ്പോൾ ഡയറക്ടർ റിക്രൂട്ടിംഗ് ആയിട്ട് പോസ്റ്റിംഗ് പോയി. അപ്പോൾ ആദ്യം അത്ര താല്പര്യമില്ലായിരുന്നു വാസ്തവത്തിൽ, ഒബ്വിയസ്ലി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ഓർഗനൈസേഷനകത്ത് ആരാണ് എൻ്റെ ഇമ്മീഡിയറ്റ് സീനിയർ, അതിൻ്റെ സീനിയർ ആരാണ്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അങ്ങനെ സാറിന് അറിയും ചെയ്യില്ല ഇതെന്തിനാണ് അവിടേക്ക് റിക്രൂട്ട് ചെയ്തത്, എന്നെ എന്തിനാണ് ഈ പറഞ്ഞു വെച്ചെന്നുള്ള കാര്യം എനിക്കറിയില്ല. വാസ്തവത്തിൽ എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ റിക്രൂട്ടിംഗ് ഓർഗനൈസേഷനിൽ പോയപ്പോഴേ എൻ്റെ അവിടെയുള്ള മറ്റുള്ള കളീഗ്സിനെ കണ്ടപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത്, നോക്ക് ഇത് പണ്ടത്തെ മാതിരിയല്ല. ഇപ്പോൾ ഈ റിക്രൂട്ടിംഗ് ഓർഗനൈസേഷനിൽ പറഞ്ഞേക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ പറഞ്ഞേക്കുള്ളൂ. മാത്രമല്ല ഈ ആനുവൽ കോൺഫറൻസ് റിപ്പോർട്ട് കൊണ്ട് ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഫർദർ എംപ്ലോയ്മെൻറ്റും പ്രൊമോഷനും ഒക്കെ. അപ്പോൾ അതിനകത്ത് ഈ ആനുവൽ കോൺഫറൻസ് റിപ്പോർട്ടിൽ ഒരു അട്രിബ്യൂട്ട് ഇൻറ്റഗ്രിറ്റിയാണ്, പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി. ഈ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയിൽ തുടർച്ചയായിട്ട് കഴിഞ്ഞ 5 വർഷം നമ്മുടെ ഇനിഷ്യേറ്റിംഗ് ഓഫീസറും റിവ്യൂയിങ് ഓഫീസറും 9 out of 9 ഗ്രേഡ് ചെയ്തുള്ള ഓഫീസേഴ്സിനെ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതൊന്ന്. രണ്ടാമത് ഇനിയിപ്പോൾ ഈ പ്രൊമോഷൻ സോണിലുള്ള ഓഫീസേഴ്സ് ഓർ ലൈക്ലി ടു മേക്ക് ഇറ്റ്, അത്രയും നല്ല ഇന്റഗ്രിറ്റി ഉള്ള ഓഫീസേഴ്സ്, കഴിവുള്ള ഓഫീസേഴ്സിനെ പറഞ്ഞേക്കുന്നതാണ്. അങ്ങനെ എന്തായാലും ശരി. അപ്പോൾ അതൊക്കെ കേട്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് സന്തോഷിച്ചു, കുറച്ചൊന്ന് ദുഃഖിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ പോയി ഒരു 3 മാസം വരെ. അത് എവിടെയായിരുന്നു അതിന്റെ സെന്റർ? ഹിസാർ. അപ്പോൾ അവിടുത്തെ ആർമി റിക്രൂട്ടിംഗ് ഓഫീസിൻ്റെ ഡയറക്ടർ റിക്രൂട്ടിംഗ് ആയിട്ടാണ് ഞാൻ പോയത്. ഒരു 3 മാസം വരെ ഞാൻ സീനിയർ ഓഫീസേഴ്സിനൊന്നും പറ്റിയിട്ട് കാര്യമായിട്ട് ചിന്തിക്കാൻ പോയില്ല. എനിക്കൊരു ടെലിഫോൺ കോൾ വരികയാണ് ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന്. അപ്പോൾ എന്നെ വിളിച്ചത് അന്നത്തെ ADG റിക്രൂട്ടിംഗ് ആണ്, അതായത് റിക്രൂട്ടിങ്ങിൻ്റെ ടോപ്പ് മോസ്റ്റ് ഓഫീസർ. അപ്പോൾ ഇദ്ദേഹം വളരെ ഫെമിലിയർ ആയിട്ടുള്ള വോയിസ്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് അറിയുന്നത് കാർഗില് ഞങ്ങൾ 2 പേരും ഒരുമിച്ചുണ്ടായിരുന്നു. ഇദ്ദേഹം 56 ഇൻഫൻട്രി ബ്രിഗേഡിന്റെ കമാൻഡർ ആയിരുന്നു, ഞാൻ 315 ഫീൽഡ് റെജിമെന്റിന്റെ കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു. അപ്പോൾ 56 ബ്രിഗേഡിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷനിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ അന്ന് മുതലുള്ള പരിചയമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എൻ്റെ പേര് എന്നാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാനൊന്ന് ഒന്ന് സന്തോഷിച്ചു, കാരണം നമുക്കറിയുന്നൊരു ഓഫീസറാണ്. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ നീ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം ആർമി ഹെഡ് ക്വാർട്ടറിൽ. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹത്തെ കണ്ടു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സുബു, നമുക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് മാനുവൽ ഉണ്ടാക്കണം. നമ്മുടെ അടുത്ത് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അതിൽ കുറേ ലൂപ്പ് ഹോൾസും അതൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ റിക്രൂട്ടിംഗ് ഓർഗനൈസേഷനെ പറ്റിയിട്ട് പല അപവാദങ്ങളും കേൾക്കുന്നുണ്ട്, ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ചക്രവ്യൂഹം എന്നാണ് എന്നോട്. അതായത് അങ്ങനത്തെ ഒരു ചക്രവ്യൂഹം പോലുള്ള ഒരു മാനുവൽ നമുക്ക് ഉണ്ടാവണം. പുറത്തുനിന്ന് ആർക്കും ഇന്റർഫിയർ ചെയ്യാനും പറ്റില്ല, അകത്തുനിന്നും ആർക്കും പുറത്തു പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി സാർ. ഞാൻ ചോദിച്ചു, എനിക്ക് എത്ര സമയം തരുന്നുണ്ട്? എന്നോട് ചോദിച്ചു, എത്ര സമയം വേണം? ഞാൻ പറഞ്ഞു, സാർ 3 മാസം. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ 6 മാസം എടുത്തു. 6 മാസം എടുത്തോളാം. അങ്ങനെ ഉണ്ടോ ഞാൻ പിന്നെ ഇതിൻ്റെ മീതെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരുപാട് ഡാറ്റ പലരെയും കൺസൾട്ട് ചെയ്യേണ്ടി വന്നു. അടുത്ത ആ ഒരു 5 മാസം കൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്തു. ഈ 5 മാസം വാസ്തവത്തിൽ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം എനിക്ക് തോന്നി ഇതൊരു വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്.
ശരിക്കും ഇന്ത്യയുടെ തന്നെ ഒരു തലവര മാറ്റുന്ന ഒരു അതാണ് സിസ്റ്റമാണല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെ ആ 5 മാസം വാസ്തവത്തിൽ ഞാൻ രാത്രി 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ 5 മാസം കൊണ്ട് ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് ഞാനത് ആർമി ഹെഡ് ക്വാർട്ടറിൽ പോയി അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അഡ്ജുട്ടൻറ്റ് ജനറലിന് പ്രസൻറ്റേഷൻ കൊടുത്തു, ആർമി ഹെഡ് ക്വാർട്ടറിൽ ചീഫിന് പ്രസൻറ്റേഷൻ കൊടുത്തു. അപ്പോൾ കാരണം ഈ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിഫൻസ് മിനിസ്ട്രി അപ്രൂവ് ചെയ്യണം. അതിൽ ഒരു വ്യത്യാസവും വരാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു കുട്ടി റിക്രൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ അവന്റെ മിനിമം ഹൈറ്റ് 166 സെന്റിമീറ്റർ ആണെങ്കിൽ 165.9 സെന്റിമീറ്ററുള്ള ഒരു കുട്ടിയെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അത്രയും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് ചെയ്തു, അത് അവിടെ കൊടുത്തു. പക്ഷേ ഇത് ഈ പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ആവുന്നത് ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മാനുവൽ ആക്ച്വലി പുറത്തിറങ്ങുന്നത്. കാരണം അതായത് പലരെയും കൺസൾട്ട് ചെയ്യണമല്ലോ, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എല്ലാവരെയും കൺസൾട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇന്നും കാരണം ഈ റിക്രൂട്ട്മെന്റ് ഈ പ്രൊസീജിയർ ഞാൻ എടുത്തു നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഇത് കാണാപ്പാട് അറിയാം. കാരണം അത്രയും നാൾ വർക്ക് ചെയ്തല്ലേ. അപ്പൊ ഞാൻ പറയും, ഇത് ഞാൻ എഴുതിയതാണല്ലോ, ഇത് നമ്മൾ എഴുതിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വളരെ നല്ല ഒരു കാര്യം ചെയ്യാനുള്ള ഒരവസരം ആർമി തന്നു, ദൈവം തന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ കാർഗിൽ യുദ്ധത്തിൽ ഞാൻ എന്ത് ചെയ്തു അതിനേക്കാളും വലിയ ഒരു കാര്യമാണ് ഇവിടെ ചെയ്തത്. ആ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ആയതിനു ശേഷം എനിക്കിന്ന് എൻ്റെ നെഞ്ഞത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റും, എൻ്റെ ആർക്കും മെറിറ്റില്ലാതെ ഇന്ത്യൻ ആർമിയിലേക്ക് കയറാൻ പറ്റില്ല. ഉറപ്പായിട്ടും പറയാം, ഒരു ഇൻഫ്ലുവൻസും അവിടെ നടക്കില്ല. ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം ട്രാൻസ്പെറൻ്റ് ആണ്, ഫെയർ ആണ് ആൻഡ് ബേസ്ഡ് ഓൺ മെറിറ്റ് ആണ്. ഞാൻ സാറിൻ്റെ അടുത്തേക്ക് ചോദിക്കാൻ പോവായിരുന്നു. കാരണം ഇപ്പം നമ്മൾ പല സേനകളിലും ഇപ്പോൾ ഈവൻ നമ്മുടെ പോലീസിലും അങ്ങനെ പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ഈവൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ പേരിൽ അല്ലെങ്കിൽ പലതരത്തിൽ ഒക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറ്റോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ കയറി പറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ള ഒരു സാഹചര്യമുള്ളൂ. ഞാൻ അതിനെ പറ്റിയായിരുന്നു ചോദിക്കാൻ പോയത്. മിലിറ്ററിയിൽ അങ്ങനെ പറ്റില്ല എന്നാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. നോ വേ, എനിക്ക് 100% പറയാൻ പറ്റും. അതിപ്പോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഡയറക്ടർ റിക്രൂട്ടിംഗ് ആയിരുന്നു ഹിസാറിൽ. അപ്പം നമ്മൾ അവിടെ ഒരു റിക്രൂട്ട്മെന്റ് റാലി ഓർഗനൈസ് ചെയ്യും. അപ്പോൾ ഈ റാലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം റിക്രൂട്ടിംഗ് ഓഫീസിൻ്റെ കീഴിൽ തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ഇത്രയും ഡിസ്ട്രിക്റ്റുകളിലാണ് നമ്മുടെ തിരുവനന്തപുരം റിക്രൂട്ടിംഗ് ഓഫീസിൽ. ഇതിൽ എല്ലാ തവണയും റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ ഒരു പുതിയ ഡിസ്ട്രിക്റ്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത്തവണ കൊല്ലത്താണ് റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം കോട്ടയത്തോ ആലപ്പുഴയിലോ പെർമനന്റ് ആയിട്ടൊരു സ്ഥലമില്ല, ഇല്ല, അത് ഒരു സ്ഥലത്താകും. അപ്പോൾ അത് തന്നെ ഇപ്പൊ കൊല്ലത്ത് വെച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് നടന്നു ചോദിക്കുക. അപ്പൊ അവിടെയുള്ള ഏതെങ്കിലും ഒരു പോലീസ് ലൈൻസിലോ ഒരു കോളേജിന്റെ ഗ്രൗണ്ടിലോ എവിടെയെങ്കിലും വെച്ചാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ടേൺ വരുമല്ലോ കൊല്ലത്തില്, അതേ ഗ്രൗണ്ടിലാവില്ലേ പോവാ, വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പൊ അതൊന്നും ഓക്കെ. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. പിന്നെ വേറൊന്ന് ചിലപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഞാൻ ഹിസാർ എന്ന് പറയുന്ന ആ ആർമി റിക്രൂട്ടിംഗ് ഓഫീസിൻ്റെ ഡയറക്ടർ റിക്രൂട്ടിംഗ് ആയിരുന്നു. ഞങ്ങളുടെ റാലി റിക്രൂട്ട്മെൻറ്റിന് ഇതിൻ്റെ റാലി വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് മാത്രമേ ഞങ്ങളുടെ റിക്രൂട്ടിംഗ് ഓർഗനൈസേഷനുള്ളൂ. അവിടെ നടക്കുന്ന കംപ്ലീറ്റ് ടെസ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് വേറെയുള്ള ഒരു റിക്രൂട്ടിംഗ് ഓഫീസിലത്തെ ഓഫീസേഴ്സ് ആയിരിക്കും, സ്റ്റാഫ് ആയിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അവിടെ ഈ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു റിക്രൂട്ടിംഗ് ഓഫീസിലത്തെ ആൾക്കാരായിരിക്കും. ഓക്കെ, മെഡിക്കൽ എന്ന് പറയുന്നത് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഒരു ബോർഡാണ്.
അപ്പം നമ്മളുടെ റിക്രൂട്ടിംഗ് ഓഫീസിലെ ഡോക്ടർ ഈസ് നോട്ട് ഇൻവോൾവ്, അവനിതിൽ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. പിന്നെ ഇപ്പോൾ ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നു, അത് ഓൺലൈനാണ്. അപ്പോൾ അതിനകത്തുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്. ഒരു വലിയ ഒരു ഡാറ്റാ ബാങ്ക് ഉണ്ട്, അതിനകത്തുനിന്നാണിത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. പിന്നെ ഓരോരോ സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് നടക്കുമല്ലോ, ആ ടെസ്റ്റ് നടക്കുമ്പോൾ എൻട്രൻസ് എക്സാമിനേഷന് പോകും, കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ. അതിന് പോകുമ്പോൾ അപ്പോൾ ആ ഡോക്യുമെൻറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആ ടെസ്റ്റിന് നമ്മൾ പോകുമ്പോൾ ചെല്ലുമ്പോൾ നമ്മളുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ അവിടെ നടക്കും. കണ്ണിൻ്റെ എക്സാമിന് മുന്നേ, എക്സാമിനേഷന് മുമ്പും എക്സാമിനേഷൻ കഴിഞ്ഞിറങ്ങി വരുമ്പോഴും വേറെ ആർക്കും അപ്പോൾ പോയിട്ട് പകരം സോ ഏതെങ്കിലും ഒരു സ്റ്റേജിലും ഒരാൾക്കും ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ എല്ലാത്തിനും ഡബിൾ ചെക്ക് ഉണ്ട്. ഡബിൾ ചെക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പയ്യനെ നമ്മൾ സെലക്ട് ചെയ്തു, അപ്പൊ അവന്റെ ഹൈറ്റിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 166 സെന്റിമീറ്റർ കേരളത്തിലെ ഒരു കാൻഡിഡേറ്റിന് വേണം. അപ്പോൾ അവന് 165.9 സെന്റിമീറ്ററിലൊന്നും വിചാരിക്കും. അപ്പോൾ അവൻ അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നതിന് മുമ്പ് ഡിസ്പാച്ച് ചെയ്ത് സെലക്ട് ആയി. പോകുന്നതിന് മുമ്പ് ഇവിടെ വെച്ചൊരു മെഷർമെന്റ് ഒന്നും കൂടെ നടത്തും. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ ട്രെയിനിങ് സെന്ററിൽ പോയില്ലേ, അവിടെ ചെന്നാൽ വീണ്ടും അവർ ഹൈറ്റ് നോക്കും. അതിൽ 0.1 സെന്റിമീറ്ററോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലസ് ആവാം, മൈനസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത ആ ബോർഡ് ഉണ്ടല്ലോ, they will face the music. സോ എൻഡോ ഒരു പോസിബിലിറ്റി ഇല്ല. പിന്നെ രണ്ടാമത് വെച്ചാൽ ഈ റിക്രൂട്ട്മെന്റ് റാലി ഉണ്ടല്ലോ, ഇത് എത്ര ആൾക്കാർ കണ്ടിരുന്നാലും ഇതൊരു ഉത്സവമാണ് ശരിക്കും. ഈ റാലി നടക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ട്രാൻസ്പാരന്റ്, നമ്മളുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഈ കുട്ടികൾ ഓടുന്നതും ഇവരുടെ മെഷർമെന്റ് ഒക്കെ എടുക്കുന്നത് മുഴുവൻ പബ്ലിക്കിന്റെ ഇതിലാണ്. അത് മാത്രമല്ല, ഈ റിക്രൂട്ടിംഗ് ഓർഗനൈസേഷന് ഈ റാലി കണ്ടക്ട് ചെയ്യുന്നതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട് മാത്രമാണ്. ബാക്കിയുള്ള മുഴുവൻ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ്, ഓക്കെ, അവിടുത്തെ ഹൈജീൻ, സാനിറ്റേഷൻ, ഏരിയ ക്ലീനിങ് മുഴുവനും, ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ്, കുടിക്കാനുള്ള വെള്ളം തുടങ്ങി സകല ഗ്രൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം സിവിൽ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ സിവിൽ അഡ്മിനിസ്ട്രേഷൻ്റെ റെപ്പുകൾ അവിടെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരു റാലി നടക്കുമ്പോൾ ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ സീനിയർ മോസ്റ്റ് കളക്ടർ ആണല്ലോ, അദ്ദേഹം ഒരു ദിവസം എന്തായാലും വന്നിരിക്കും. പോലീസിന്റെ ഏതെങ്കിലും ഒരു സീനിയർ ഓഫീസർ നോട്ട് ബിലോ ACP വിൽ ഓൾവേസ് ബി ദർ. അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പോസിബിലിറ്റി ഇല്ല അതിൽ ആർക്കും ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പലരും ചാലഞ്ച് ചെയ്യാറുണ്ട്, നിങ്ങൾ പിന്നെ ഇപ്പൊ ഇതിൽ ഈ ട്രാൻസ്പെയറന്റ് അല്ല എന്ന് പറയുന്നത്, ഈ ടൗട്ട്സ് എന്ന് പറയുന്നത് മലയാളത്തിൽ. അപ്പൊ ഇവരെന്താ ചെയ്യാറ്, അവരുടെ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അവർ ഒരു 10-20 പിള്ളേരെ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഇവരെ കൊണ്ടൊന്ന് ഓടിക്കും, ഡാൻസ് ചെയ്യിക്കും, അതൊക്കെ ചെയ്തിട്ട് പറയും നിന്റെ കാര്യം ഞാൻ ഏറ്റെന്ന് പറയും. അപ്പോൾ എൻ്റെ പടിഞ്ഞാറിലത്തെ ഒരാളെന്ന് വിചാരിക്കും ഈ ഡൗട്ട്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ആ റിക്രൂട്ടിംഗ് ഓഫീസിൽ ഈ റാലിയൊക്കെ നടക്കുമ്പോൾ ഇവൻ വന്നിട്ട് ഈ പിള്ളേരെ കൊണ്ട് ദൂരെ വെച്ചിട്ട് നിർത്തിയിട്ട് അവിടെ വന്നിട്ട് എന്നെ ഒന്ന് സല്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മളിതിന് മുമ്പ് നമ്മുടെ പടിഞ്ഞാറിലാണ്. അപ്പൊ നമ്മൾ ചോദിക്കല്ലോ, എന്താ ഹുസൈൻ? പറഞ്ഞ ഒന്നുമില്ല സാർ, ഞാൻ വെറുതെ സാറിനെ കണ്ടപ്പോ ഒന്ന് അങ്ങനെ വന്നാണെന്ന് പറയും. ഇവൻ എന്ത് ചെയ്യാൻ എന്നിട്ട് ഈ പിള്ളേരോട് പറയും നിന്റെ ഞങ്ങൾ അവിടെ പറഞ്ഞിട്ട്. ഈ 20 കുട്ടികളിൽ 2-3 പേരോ സെലക്ട് ആവും അവരുടെ സ്വന്തം കഴിവുണ്ട്. അപ്പൊ ഇവൻ എല്ലാവരുടെ അടുത്തും പൈസ വാങ്ങിക്കും. എല്ലാവരോടും പറയും നിങ്ങൾ എല്ലാവരും 20 പേരും 1 ലക്ഷം രൂപ വീതം തരണം. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഇവൻ എല്ലാവരോടും ഈ 20 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് കയ്യിൽ വയ്ക്കും. ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം, ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കൊടുക്കും. ഈ 3 പേര് സെലക്ട് ആവുമല്ലോ സ്വന്തം കഴിവെന്ന്, അവരുടെ എണ്ണം വാങ്ങിച്ചിട്ടുള്ള ഈ 3 ലക്ഷം രൂപ അവൻ കൈ വയ്ക്കും, ബാക്കിയുള്ളവരുടെ പൈസ തിരിച്ചു കൊടുക്കും. അപ്പോഴും നഷ്ടമില്ല. ഇവന് ഈ 3 ലക്ഷം രൂപ കിട്ടി, ഓക്കെ. അപ്പൊ ഇവരുടെ ചെലവും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അപ്പോഴും അവന് ലാഭമല്ലേ. ഇങ്ങനെയാണ്. അപ്പൊ ഇതില് ഈ ടൗട്ട്സിനൊന്നും യാതൊരു ഒന്നും തന്നെ അത് വളരെ എന്താ അടിവര ഇട്ടിട്ട് എനിക്ക് പറയാൻ പറ്റും. There is absolutely no possible. കാരണം ഞാൻ ഇത്രയും എംഫറ്റിക്കലി പറയുന്നത് കാരണം ഞാനാണ് ഇത് എഴുതിണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എനിക്കറിയാം ഞാൻ എന്താ എഴുതിണ്ടാക്കിയിട്ടുള്ളത്. അതിലൊരു ചേഞ്ചും വന്നിട്ടില്ല. അതിലെന്തെങ്കിലും ഒരു ചേഞ്ച് വന്നെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഓവർ കോൺഫിഡന്റ് ആണെന്ന് വെച്ചുള്ളൂ. ഓവർ കോൺഫിഡന്റ് ആണെന്ന് വെച്ചുള്ള ഈ സിസ്റ്റത്തിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. ഇറ്റ്സ് നോട്ട് പോസിബിൾ. Absolutely not.
സാർ നേരത്തെ പറഞ്ഞ ഒരു വാക്കാണ് ആ ഒരു ഇന്റഗ്രിറ്റി. സാർ അത് നമ്മുടെ മുന്നത്തെ ഇന്റർവ്യൂവിലും നമ്മുടെ കാർഗിൽ റിലേറ്റഡ് ഇന്റർവ്യൂവിലും സാറിന്റെ അവിടുത്തെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്ന ഒരു ചിന്തയാണ് ഒരു ഇന്റഗ്രിറ്റി. വലിയ അഭിമാനം തോന്നുന്നതാണ് ശരിക്ക്. തീർച്ചയായിട്ടും സാറിന് ഇങ്ങനെ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോഴും സീനിയർ ഓഫീസേഴ്സ് സാറിന്റെ ആ ഒരു ക്വാളിറ്റി കണ്ടതുകൊണ്ട് തന്നെയായിരിക്കും അത് വലിയൊരു സന്തോഷം തോന്നുന്നതാണ്. സാർ നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ അഗ്നിവീർ ആ ഒരു പ്രോസസ്സിലേക്ക് എപ്പോഴാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ചെയ്യേണ്ടത്, എന്തൊക്കെ ഇതിന് വല്ല കോഴ്സോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ എന്താണ് ഫിസിക്കലിയും അങ്ങനെയൊക്കെയുള്ള അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് സാറൊന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഇത് കുറച്ചൊന്ന് വിസ്തരിച്ച് പറഞ്ഞിട്ട്, കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഈ ഇന്റർവ്യൂ കേൾക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു കാര്യമാണ് അറിയേണ്ടത്, പ്രധാനമായിട്ട് അറിയുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു. ഞാൻ ഹരിയാന സ്റ്റേറ്റിനെ പറ്റി പറയാം. ഹരിയാനയിൽ മിലിറ്ററിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങും. 11 വയസ്സുള്ളപ്പോൾ. അത് അവരുടെ സ്കൂളിലാണോ അതോ അല്ല, അവർ സ്വയം സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 17 വയസ്സിലാണ്, അതാണ് ഏരിയ സ്റ്റേജ് നമുക്ക് പോകുന്നത്. അപ്പൊ ഇവര് 5-6 കൊല്ലം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇവര് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ 6 വയസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു 8ലോ 9ലോ പഠിക്കുമ്പോൾ തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങണം. അത് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ ഈ പ്രിപ്പറേഷൻ എന്നുള്ളത് അറിയണല്ലോ. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് പല സ്റ്റേജസ് ഉണ്ടായിരുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട ഈ ഇതുണ്ടല്ലോ, എന്താ പറയുക, അത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, ആ ടെസ്റ്റ് പാസ് ആവണമെങ്കിൽ നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് 4 ടെസ്റ്റുകളാണ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ. അതിൽ ഒന്ന് 1 മൈൽ ഓട്ടാണ്. 1 മൈൽ 1.6 കിലോമീറ്റർ. ഓക്കെ. പിന്നെ അടുത്തത് അതിന് വല്ല ടൈം ഉണ്ടോ? ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ടൈം ഞാൻ പറഞ്ഞ. പിന്നെ അത് കൂടാതെ പിന്നെ നമ്മൾ പുഷപ്പാണ്. ഓക്കെ. പുഷപ്പ് അല്ല, പുള്ളപ്പാണ്. പിന്നെ ഒരു സിഗ്സാഗ് ബാലൻസ് ഉണ്ട്. പിന്നെ ഒരു 9 ഫീറ്റ് ഡിച്ച് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഈ 1.6 കിലോമീറ്റർ ആ റണ്ണിങ്ങിനെ പറ്റി പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു സാധാരണ ഒരു സ്പോർട്സ് ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും സാധാരണ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുമ്പോൾ 4 റൗണ്ട് ആയിരിക്കുമല്ലോ. 400 മീറ്ററിൻ്റെ ആണല്ലോ സാധാരണ 4 റൗണ്ട് നമ്മൾ അടിക്കണം. അപ്പോൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പിൽ ഓടുന്നത് 200 മുതൽ 300, 350 കാൻഡിഡേറ്റ്സ് ആണ്. ഒരുമിച്ചാണ് ഓടുക? ഒരുമിച്ചാണ്. കാരണം ഒരു ദിവസം തന്നെ 3000 മുതൽ 4000 വരെയൊക്കെ കാൻഡിഡേറ്റ്സ് വരാം. കേരളത്തിൽ കുറച്ച് കുറവാകും, ബാക്കിയുള്ള ഒരു സ്റ്റേറ്റിൽ ഫോർ എക്സാമ്പിൾ ഹരിയാനയിൽ കൂടുതലാവും. അപ്പൊ അത്രയും പേര് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഓടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 200-300 പിള്ളേർ ഒരുമിച്ച് ഓടിച്ചേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിനൊക്കെ ഒരു ടൈം ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, അപ്പൊ ഇതിന് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ ഈ 1 മൈൽ ഓട്ടമുണ്ടല്ലോ, അതിന് 60 മാർക്കാണ്. ഓക്കെ. അപ്പോൾ ഇതിനൊരു ടൈം ലേ ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൈം ലേ ഡൗൺ ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ 5.5 മിനിറ്റിന് താഴെ 5.5 മിനിറ്റിന് താഴെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 60 മാർക്കും കിട്ടും. ഓക്കെ. 5 മിനിറ്റ് 31 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് 45 സെക്കൻഡിൽ നമ്മൾ ഫിനിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് 48 മാർക്കാണ് കിട്ടുക. ഓക്കെ. അതിനകത്തൊരു മാർക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 6 മിനിറ്റ് 5 സെക്കൻഡ്. അപ്പൊ അങ്ങനെ ഈ സമയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. 6 മിനിറ്റ് 6 മിനിറ്റ് 5 സെക്കൻഡ് 6 മിനിറ്റ്. അപ്പൊ അതിനാകുമ്പോൾ പിന്നെ കിട്ടുന്നത് നമുക്ക് 36 മാർക്കാണ്. പിന്നെ 6.25 മിനിറ്റ് ആയാൽ നമുക്ക് കിട്ടുന്നത് 24 മാർക്കാണ്. അപ്പൊ ഏറ്റവും ആദ്യം എത്തിയ ആൾക്ക് എത്ര മാർക്ക് കിട്ടി? 60 മാർക്ക് കിട്ടി. പിന്നെ ലാസ്റ്റിൽ വരുന്ന ലാസ്റ്റ് ഗ്രൂപ്പിൽ ക്വാളിഫൈ കഴിഞ്ഞ് കിട്ടുന്ന ആൾക്കാർക്ക് എത്ര മാർക്ക് കിട്ടും? 24 മാർക്ക്. അപ്പോൾ 36 മാർക്കിന്റെ ആ ഒരു ഗ്യാപ്പ് അവിടെ തന്നെ വന്നു. ഇപ്പൊ ഈ 350 പേര് ആണ് നമുക്കൊരു ഉദാഹരണം 200 പേര് എടുക്കാൻ വിചാരിക്കാം.
ഈ 200 പേരിൽ അപ്പോൾ എൻ്റെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പറയുമ്പോൾ അപ്പോൾ ഞാനൊക്കെ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ സ്റ്റോപ്പ് വാച്ചിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ 5 മിനിറ്റ് 30 സെക്കൻഡ് 20 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം പിള്ളേർ ഇത് അവരുടെ ജീവിതത്തിലേക്കുള്ള ഓട്ടമാണ്. അവരവരുടെ എല്ലാം എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ഓടി വരുന്നത്. ആ സമയത്ത് നമ്മൾ ഇതിൽ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ കുട്ടികളെ ഡിഫറെൻറ്റ് ഗ്രൂപ്പിലേക്ക് മാറ്റണം നമുക്ക്. അപ്പോൾ അതിന് ഉള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നമുക്ക് ചെയ്യും. അത് നമ്മൾ എത്ര ഫുൾ പ്രൂഫ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്താലും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് പോകാൻ, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർ ആദ്യത്തെ ഗ്രൂപ്പിലേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു 200 പേര് ഓടുന്നു വിചാരിക്കും. അപ്പോൾ ഈ 200 പേര് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു 20 പേരെയോ ഒക്കെ 20-25 പേരെ എടുക്കുള്ളൂ. അതിൽ കൂടുതൽ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ 20 പേരെ തന്നെ നമ്മൾ ഈ 4 ഗ്രൂപ്പിലേക്കോ, ചിലയിടത്ത് 2 പേരും 2 ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവും. 60-48. അപ്പോൾ അല്ലെങ്കിൽ സാധാരണ 4 ഗ്രൂപ്പ് വേണം. അപ്പോൾ ഈ ഇത്രയും ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇവരെ മാറ്റുമ്പോൾ ഈ 200 പേരിൽ നിന്ന് 20 പേരെ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ 200 പേരിൽ ആദ്യത്തെ 2-3 ആളായിട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് ഈ 60-60 മാർക്കും കിട്ടുള്ളൂ. 1 മൈലാണ് ഓട്ടം. അപ്പൊ ഈ ഓടുന്നത് എപ്പോഴാ? ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് നമ്മളുടെ ആൾക്കാർക്ക് മനസ്സിലായാൽ മിലിറ്ററിയിലേക്ക് എങ്ങനെയാണ് ചേരേണ്ടത്, എങ്ങനെ തയ്യാറാവേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം എത്തുന്ന ആൾക്ക് മാത്രമാണ്, ആദ്യം എത്തുന്ന 3-4 കുട്ടികൾക്ക് മാത്രമാണ് ഈ 60-60 കിട്ടുക. അല്ലേ? അപ്പോൾ 1 മൈലാണ് ഓടേണ്ടത്. ഈ 1 മൈൽ നമ്മൾ ഓടുന്ന എപ്പോഴാണ്? രാവിലെ 4 മണിക്ക് ആ ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തണം. കൃത്യം 4 മണിക്ക് ഗ്രൗണ്ടിലെത്തണം. 6 മണി വരെ ഗേറ്റ് തുറന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണ് അവിടെ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ റണ്ണിങ്ങിന്റെ ടൈം അത്രയും പിന്നിലാവും. ആദ്യത്തെ 200 പേരാണല്ലോ നമ്മൾ ആദ്യം ഓടിക്കുക, പിന്നെ എത്തുന്നവരെ അല്ലേ? അപ്പോ ആദ്യം തന്നെ നമ്മൾ എത്തണം. അപ്പൊ 4 മണിക്ക് നമ്മൾ അവിടെ എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം അവിടെ ഗ്രൗണ്ടിൽ തന്നെ പോയിട്ട് കിടക്കണം. അല്ലാതെ നല്ലൊരു ലോഡ്ജ് എടുത്ത് അവിടെ ഉറങ്ങി പിടിച്ച് രാവിലെ ഷേവ് ഒക്കെ ചെയ്തതൊക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയ പോലെ തന്നെ നമ്മൾ തിരിച്ചു പോരും. അപ്പൊ ആ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റ് നമുക്കൊന്ന് ശരിക്കും ഫ്രഷ് ആവാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇതൊന്നും അവിടെ നിന്നുള്ള സപ്ലൈ പരിപാടിയില്ല. അവിടെ ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ 1 മൈൽ ഓടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുരുങ്ങിയത് 2-3 മൈൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കേരളത്തിൽ ആയാലും എവിടെയായാലും ഫസ്റ്റ് ഗ്രൂപ്പ് 5.5 മിനിറ്റ് എന്ന് പറഞ്ഞു. ഹരിയാനയിലുള്ള പിള്ളേർ 4 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ടും 4 മിനിറ്റ് 50 സെക്കൻഡ് കൊണ്ടും അവരുടെ ഓട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഈ 5.5 മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ, ഹരിയാനയിൽ ഓടുന്ന 300 പിള്ളേരിൽ ഒരു 10 പിള്ളേരോ മറ്റോ ആണ് ഈ 5.5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുന്നത്. ബാക്കിയെല്ലാവരും ഫസ്റ്റ് അതിനു മുൻപ് ക്രൈറ്റീരിയക്കൊക്കെ മുന്നുള്ള സമയത്ത് 1 മിനിറ്റ് മുമ്പൊക്കെ എത്തുന്ന പിള്ളേരുണ്ട്. എൻ്റെ അതാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടികള് രാവിലെ എഴുന്നേറ്റിട്ട് തലയിൽ ഒരു മുണ്ടും ചുറ്റി, ഞാൻ 100 പേരെ കണ്ടിട്ടുണ്ട്, 1000 കണക്കിന് പിള്ളേരെ കണ്ടിട്ടുണ്ട്. ഈ ചെറിയ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് തലയിൽ ഒരു മുണ്ടും ഇട്ടിട്ട് അത് പുതച്ചിട്ടാണ് ഈ ഓട്ടം, രാവിലെയും വൈകുന്നേരം. ഈ 6ാം ക്ലാസ് തൊട്ടിട്ട് തുടങ്ങുന്ന പ്രാക്ടീസ് ഇതിനാണ്. അതെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. ഇനിയിപ്പോ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി അറിയാം. അച്ഛാ, ഓക്കെ. അപ്പോൾ ഇത് ഹാർഡായുള്ള ഗ്രൗണ്ടിൽ കൂടെ കൊണ്ടുവരും. ചിലപ്പോൾ സ്ലഷി ഗ്രൗണ്ട്, മഴ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് റിക്രൂട്ട്മെന്റ് നിർത്താൻ പറ്റില്ല, ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഷൂട്ട് ഇട്ട് വേണം ഓടാൻ. ഷൂട്ട് ഇട്ട് ഓടി പ്രാക്ടീസ് ചെയ്യണം. കാരണം അവിടെ നമുക്ക് ഷൂട്ട് ഇട്ട് ബെയർ ഫീറ്റിലും ഓടാം. വീട്ടിൽ ഓടിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ കല്ലു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കാരോട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം നമ്മൾ 2 മൈലും 3 മൈലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ 1 മൈലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അവിടെ ഓടുമ്പോൾ എടുത്ത ഒരു കാര്യം, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന, ഇതൊക്കെ തലയിടത്ത് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാവാൻ. ഒരു 300 പേര് ആണ് ഓടുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഗ്രൗണ്ടിന് ഒരു ഇത്ര വിടുത്തുണ്ടല്ലോ, എല്ലാവർക്കും ഫ്രണ്ട് റോയിൽ പോയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. കുറെ പേര് റിയർ റോയിലുണ്ടാവും, പിന്നത്തെ റിയർ റോയില്, പിന്നത്തെ റിയർ റോയില്. മിടുക്കന്മാരെന്ത് ചെയ്യും? രാവിലെ 4 മണിക്ക് അവിടെ എത്തും. 4 മണിക്ക് എത്തിയിട്ട് ഇവരുടെ ഈ ഡോക്യുമെന്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഓടാൻ പോകുന്നതിന് മുമ്പ് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോകാൻ പറഞ്ഞാൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഇവര് മിടുക്കന്മാരെ ഏറ്റവും മുന്നിൽ പോയിരിക്കും. ബാക്കിയുള്ള ആൾക്കാർ ഒരു 20 ഫീറ്റോ 30 ഫീറ്റോ പിന്നിലായിരിക്കും.
അപ്പൊ തന്നെ വ്യത്യാസമായി. ഇനി അത് മാത്രമോ, ഏറ്റവും മിടുക്കന്മാരായുള്ളവർ എന്ത് ചെയ്യും, ഈ ഗ്രൗണ്ട് ഇങ്ങനെയാണല്ലോ, നമ്മള് സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. അപ്പൊ നമുക്കറിയാം ഇന്നർ ലൈനിലുള്ള ആളും ഔട്ടർ ലൈനിലുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മൾ സാധാരണ സ്പോർട്സിൽ ഒരു 400 മീറ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നർ ലൈനിലുള്ള ആള് പിന്നെ ഏറ്റവും പിന്നിലും ഔട്ടർ ലൈനിലുള്ള ആള് മുന്നിലുമാണ്. അല്ലേ? ഇതെല്ലാവരും ഒരു ലൈനിലാണ്, സിംഗിൾ വ്യത്യാസമൊന്നുമില്ല, സ്ട്രൈറ്റ് ലൈനിലാണ്. അപ്പൊ ഈ ഔട്ടർ ലൈനിലുള്ള ആള് കൂടുതൽ 30 മീറ്റർ എക്സ്ട്രാ ഓടും, കൂടുതൽ ഓടണം. അപ്പോൾ അതൊന്നും. രണ്ടാമത് നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യണു, ആദ്യം തന്നെ ഇങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിന്റ് ചെയ്യണമെന്നായിരിക്കും. അതെ, തുടക്കത്തിൽ തന്നെ സ്പ്രിന്റ് ചെയ്യണമെത്തിയ ഒരു 200-300 മീറ്റർ വരുമ്പോഴത്തേനും മസിൽ പിടിക്കും. അപ്പോൾ അത് കൺട്രോൾ ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് ചോദിച്ചാൽ സാർ ഞാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ ഈ കുട്ടികളോട് പറയും 1 മൈൽ പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് 2 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, പിന്നെ 1 മൈലോട് പിന്നെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ അപ്പോൾ ചുരുങ്ങിയത് ഒരു 2 മൈലെങ്കിലും ഓടിയിട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒരു ടെസ്റ്റിൻ്റെ കാര്യം മാത്രമാണ്. അപ്പോൾ നമ്മളൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിനേക്കാൾ ലേറ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് തുടങ്ങുകയാണെങ്കിൽ സംഗതി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വെറുതെ ഒരു തമാശയായിട്ട് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയ പോലെ തന്നെ നമ്മൾ എടുത്തിട്ട് പിന്നെ നമുക്ക് ആരും വേണമെങ്കിലും. ഇതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് പുള്ളപ്പ് എന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണോ ഈ നമ്മുടെ ഫസ്റ്റത്തെ? ഓക്കെ, അപ്പോൾ ഈ ഓട്ടത്തിന് അതെ 1.6 കിലോമീറ്റർ അത് കഴിഞ്ഞാൽ അടുത്തത് അപ്പോൾ ഒരു ബീം ഉണ്ടാവും. അപ്പോൾ ആ ബീമിൻ്റെ മീതെ അവിടുത്തെ സ്റ്റാഫ് തൊട്ടിട്ട് അപ്പോൾ നമ്മൾ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ 10 തവണ പുള്ളപ്പ് ചെസ്റ്റ് ഇതിൻ്റെ മീതെ ടച്ച് ചെയ്താൽ 10 തവണ ചെയ്താൽ നമുക്ക് 40 പോയിന്റ്സ് കിട്ടും. 9 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 36, 8 ആണെന്നുണ്ടെങ്കിൽ 33, ലാസ്റ്റിൽ 6 ആണെങ്കിൽ 24. ഇങ്ങനെ മാർക്ക് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത മിടുക്കനെ ഒരാളുടെ ഒരു പയ്യന് 60-ൽ 60ഉം 40-ൽ 40ഉം, അല്ലാതെ ഒരു ഇതിന് 24-ഉം 16-ഉം 40. ഇത് കംപ്ലീറ്റ്ലി മെറിറ്റ് വൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി 60-ൽ 60ഉം 40-ൽ 40ഉം കിട്ടിയ ഒരു പയ്യനല്ലേ കിട്ടാവുള്ളൂ. അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഈ ആദ്യം മുതലേ ഇത് തുടങ്ങിയത്. നല്ലൊരു തലേ ദിവസം അല്ലെങ്കിൽ 4 ദിവസം മുമ്പ് പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ പറ്റില്ല. അപ്പോൾ ഇത് നമ്മളുടെ ഈ മിലിറ്ററിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യണം. അതിന് നമുക്ക് പിന്നീട് ഒരിക്കൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചാൻസ് വരും നമുക്ക് ഓഫീസേഴ്സിനെ പറ്റിയിട്ട്. ഇപ്പോൾ നമ്മൾ വെറും അഗ്നിപത്തിനെ പറ്റി പറയുന്നത്, അവിടെയാണെങ്കിലും ഇതേമാതിരി തന്നെ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ റിട്ടൺ ടെസ്റ്റ്, ഇപ്പോൾ ഈ റിട്ടൺ ടെസ്റ്റ് ഉണ്ടല്ലോ, കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഓൺലൈനാണ്. അപ്പോൾ അതിൽ പല തരത്തിലുള്ള സ്കീമുകളുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഫിസിക്കൽ ടെസ്റ്റിന് മുന്നേ നടക്കുന്ന റിട്ടേൺ ടെസ്റ്റ്, കോമൺ എൻട്രൻസ് എക്സാം. കാരണം റിട്ടേൺ ടെസ്റ്റ് അല്ല, ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. അത് കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടല്ലോ, കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഓൺലൈനാണ്. അപ്പൊ ഈ ഓൺലൈനിൽ ഇപ്പോൾ സോൾജിയർ GD എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്കീമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്കീം. GD എന്ന് വെച്ചാൽ ജനറൽ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ അവർക്ക് 50 ക്വസ്റ്റ്യനാണ്. 50 ക്വസ്റ്റ്യൻ, അതിന് 100 മാർക്കാണ്. 1 മണിക്കൂറാണ് സമയം കിട്ടുക. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിൽ ഈ 50 ക്വസ്റ്റ്യനിൽ അത് 4 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഓക്കെ, ഒന്ന് മാത്സ്, ഒന്ന് സയൻസ്, പിന്നെ ഒന്ന് ലോജിക്കൽ റീസണിങ്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ 3 15 ക്വസ്റ്റ്യൻസ്, പിന്നുള്ളത് 5 ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടലി എത്രയായി? 50 ക്വസ്റ്റ്യൻസ്. 45 + 5 50 ക്വസ്റ്റ്യൻസ് ആയില്ലേ? ഈ 50 ക്വസ്റ്റ്യന് 100 മാർക്കാണ്. 1 മണിക്കൂറാണ് നമുക്ക് സമയം കിട്ടുക ഓൺലൈനിൽ ചെയ്യാനായിട്ട്. 1 മണിക്കൂർ. ഓക്കെ, ഇനി ടെക്നിക്കൽ എൻട്രിക്കാർക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് 2 മണിക്കൂർ കിട്ടും. അവരുടെ അസസ്മെന്റ് 200-നാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫിസിക്കൽ ടെസ്റ്റുകൾ ഉണ്ടല്ലോ, അതിൽ പാസ്സായാൽ മാത്രം മതി.
അപ്പൊ അതിലെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള 100 മാർക്ക് ഉണ്ടല്ലോ, അത് അതിൽ കൺസിഡർ ആവുന്നില്ല. ഇല്ല. ഓക്കെ. ഓക്കെ, ടെക്നിക്കൽ ഇന്റർവ്യൂവിൽ അത് കൺസിഡർ ആവും. അപ്പൊ ഈ ഓൺലൈൻ ടെസ്റ്റിൽ ഇപ്പൊ സാധാരണഗതിയിൽ നമ്മള് ഈ 10ാം ക്ലാസ്സിൽ നമുക്കറിയാം സ്കൂളില്, ഞാൻ അതിനൊന്നും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊന്നും പറ്റി കമന്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മള് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചോദിച്ചു, അത് കാണുന്നു, അത് പഠിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്തുണ്ടാവില്ല. നോളജ് വേണമല്ലോ. യു ഹാവ് ടു റീഡ് എക്സ്റ്റൻസീവ്, നല്ല നോളജ്. അത് മാത്രമല്ല, നമ്മൾ 8ലും 9ലും പഠിച്ച കാര്യങ്ങൾ, 10ലും പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും 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 നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇതിനകത്ത് എല്ലാവരെയും കാറ്റർ ഫോർ ചെയ്തിട്ടാണ് ഈ ടെസ്റ്റുകൾ. പക്ഷേ ഡിഗ്രി ഓഫ് ഡിഫിക്കൽറ്റി കുറച്ച് കൂടുതലാണ്. ഞാൻ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞു ടെക്നോ വാരിയേഴ്സ്. വെറും ഈ ബ്രോൺ എന്ന് വെച്ചാൽ മസിൽ വെച്ചിട്ട് ഇനിയുള്ള കാലത്ത് മിലിറ്ററി സർവീസ് ചെയ്യാൻ പറ്റില്ല. ഗ്രേജ്വലി യു ഹാവ് ടു ഗ്രോ ഇൻ ടു ബ്രെയിൻ. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ടെക്നിക്കൽ സിസ്റ്റംസ് ഒക്കെ ഒരുപാട് ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഈ ഇതിൽ തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ എയർ ഡിഫൻസ് എന്തെല്ലാം സിസ്റ്റംസ് നമ്മൾ ആകാശ് മിസൈൽ ഉപയോഗിച്ചു, ബരാഗ് മിസൈൽ ഉപയോഗിച്ചു, പണ്ടത്തെ സ്ട്രേല മിസൈൽ ഉപയോഗിച്ചു, പിന്നെ ഒസാക സിസ്റ്റം ഉപയോഗിച്ചു, തങ്കുഷ്ക ഉപയോഗിച്ചു, മോഡിഫൈഡ് വേർഷൻ ഓഫ് L-70 ഉപയോഗിച്ചു, Su-23 ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റംസിനൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു അന്ന്. ഇതിനൊക്കെ നമുക്ക് ഓൺ റോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും മിടുക്കന്മാരായുള്ള ടെക്നീഷ്യൻസ് വേണം. അതുമാതിരി ഇന്നത്തെ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ സൈബർ വാർഫെയർ, ഇലക്ട്രോണിക് വാർഫെയർ, ഈ സിസ്റ്റത്തിനൊക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള സോൾജേഴ്സ് വേണം, ബുദ്ധിയുള്ള വിവരമുള്ള കാര്യമാണ്. അപ്പോൾ ടെക്നിക്കൽ എൻട്രിക്ക് ഭയങ്കര പ്രാധാന്യമായിട്ടുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ എൻട്രി എങ്ങനെയാണ് നല്ലതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു ജനറൽ ഡ്യൂട്ടി സോൾജേഴ്സ്. അപ്പോൾ അവരാണ് സാധാരണ ഇൻഫൻട്രിയിലും ഒരു പരിധി ആർട്ടിലറിയിലൊക്കെ പോകുന്നത്. ടെക്നിക്കൽ എൻട്രിയിൽ വരുന്ന ഈ അഗ്നിവീർസ് പോകുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, അതായത് EME, പിന്നെ കോർ ഓഫ് സിഗ്നൽസ്, കോർ ഓഫ് എഞ്ചിനീയേഴ്സ്, ഓക്കെ, ടു ദ റെജിമെൻറ്റ് ഓഫ് ആർട്ടിലറി, ടെക്നിക്കൽ എൻട്രീസ് പോകും. ഇങ്ങനെയുള്ള ഈ ബ്രാഞ്ചസിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പോൾ അതിന് റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണ്. അപ്പോൾ +2 ആകുമ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ഇംഗ്ലീഷ്, ഈ 4 വിഷയം ഇതിൽ ഉണ്ടായിട്ടുണ്ടാവണം. അഗ്രിഗേറ്റ് 50% മാർക്ക്. ഓരോ വിഷയത്തിലും 40 മാർക്ക് വീതം. ക്ലിയർ ആയോ? +2ൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, അഗ്രിഗേറ്റ് 50%, മിനിമം 40%. ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേറെയുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് +2 ചെയ്തു, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്. ഇത് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കൽ കേട്ടിട്ട് മറന്നു പോകാതിരിക്കും. 3 വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തെന്ന് പറയും വിചാരിക്കും. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്ട്രെയിറ്റ് അവേ 50 ബോണസ് മാർക്ക് കിട്ടുകയാണ്. 50. ഇനി +2ൽ തന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി നമ്മൾ പറഞ്ഞ അതേ സ്കീമിൽ 2 വർഷത്തെ ഡിപ്ലോമ നമ്മൾ ചെയ്യുന്നേക്ക്, അല്ലെങ്കിൽ 2 വർഷത്തെ ITI കോഴ്സ് ചെയ്താൽ 40 ബോണസ്. ആദ്യം പറഞ്ഞത് ഈ നമ്മുടെ ഈ പോളിടെക്നിക് അങ്ങനത്തെ 3 വർഷത്തെ അങ്ങനത്തെ ഡിപ്ലോമ. അപ്പോൾ ആദ്യം 50ആയി, പിന്നെ 40ആയി. ഇനി +2 കഴിഞ്ഞ് 1 വർഷത്തെ കോഴ്സ്. അപ്പോൾ അവർക്ക് 30. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് ITIയിൽ പോകും. അപ്പോൾ അവർക്ക് 20 മാർക്ക് കിട്ടും. 2 വർഷത്തെ കോഴ്സ്. അവിടെ തന്നെ 3 വർഷത്തെ കോഴ്സ് പോയി, പിന്നെ പോയി, എന്നിട്ടൊരു ഡിപ്ലോമ ചെയ്തു. അവർക്ക് 30 മാർക്ക് കിട്ടും, ബോണസ് പോയിന്റ്സ്. ഓക്കെ. അപ്പോൾ ഈ ഡിപ്ലോമ ഒക്കെ ആരെ കൊടുക്കുന്നത്
എന്നുള്ളത് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. ഇതൊക്കെ റെക്കഗ്നൈസ് ആയിട്ടുള്ള ഇതുണ്ട്, അതിൻ്റെതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. വിഷയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ അറിയുന്ന കോമൺ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളാണ്. അതിലിപ്പോൾ കമ്പ്യൂട്ടർ ആയാലും ശരി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്, റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ. അപ്പം ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ ക്വാളിഫൈ ആയാൽ മതി. ദേ ജസ്റ്റ് നീഡ് ടു ക്വാളിഫൈ. എൻട്രൻസ് എക്സാമിനേഷനിൽ ഒരു പാസ്സായ മാത്രം പോരാ, അവിടെ ഒരു കട്ട് ഓഫ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് യു ജസ്റ്റ് പാസ്. മിനിമം 40 മാർക്ക് വേണം. ഇവർക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടോ? ഇല്ല, നമ്മുടെ നേരത്തെ പറഞ്ഞ കോമൺ എൻട്രൻസ് തന്നെ. കോമൺ എൻട്രൻസ് തന്നെ, പക്ഷേ എക്സാമിനേഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ. ഇനിയിപ്പോൾ എൻ്റെ ഒരു ഒരു ചോദ്യം വന്നേക്കാം, സർ ഒരാൾക്ക് ജനറൽ ഡ്യൂട്ടി സോൾജിയറായിട്ടും പോകാൻ പറ്റുമോ, അഥവാ ടെക്നിക്കൽ സോൾജിയറായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്? ആൻസർ ഇസ് യെസ്. അതെങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ രണ്ടിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഫിലപ്പ് ചെയ്യണം. ഓക്കെ. ടെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യണം. ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ടെസ്റ്റിന് പോകേണ്ട ആവശ്യമില്ല. അതെ. ഇപ്പോൾ ടെക്നിക്കലിൽ ഇതിന് നമ്മൾ അപ്ലൈ ചെയ്തു, ജി ഡിക്കും ചെയ്തു. നമ്മൾ ജി ഡിയുടെ ആ ടെസ്റ്റിന് പോവുകയാണെങ്കിൽ പിന്നെ മറ്റേ ഈ ടെക്നിക്കൽകാരുടെ കൂടെ പോകേണ്ട കാര്യം ഓൾറെഡി ക്വാളിഫൈഡ് ആയി അല്ലേ? ഓൾറെഡി. പിന്നെ ഈ ടെക്നിക്കൽ എൻട്രിക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 1 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരു എക്സെപ്ഷൻ കേസുകളുണ്ട്, എക്സെപ്ഷൻ കേസ് ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏജ് 17 മുതൽ 21 എല്ലാവർക്കും. അത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ എൻ്റർ ആവണം അല്ലേ? അത്രയും വർഷത്തിൽ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് എൻറോൾമെന്റ്. ഈ എല്ലാ പ്രോസസ്സും കഴിയില്ലേ? ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജ് ഡിസ്പാച്ചാണ് ഫോർ ട്രെയിനിങ്. അന്നത്തെ ദിവസമാണ് ഇവരുടെ എൻറോൾമെന്റ് ഡേറ്റ് ആയിട്ട് കണക്കാക്കുക. ദാറ്റ് ഇസ് ഡേറ്റ്. ആ ദിവസമാണ് ഈ 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ. അപ്പൊ നമ്മളിപ്പോ ഈ ആപ്ലിക്കേഷൻ്റെ നമുക്ക് ഇത് വരുമല്ലോ, നോട്ടിഫിക്കേഷൻ വരുമല്ലോ, അതിൽ അവർ പറയും ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയുള്ള ആൾക്കാരാണ് ഇതിന് അവർക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ ഇതിലിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഇത് ഈ നോട്ടിഫിക്കേഷൻ വരുമല്ലോ. നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് ഏകദേശം 1 മാസം സമയം കിട്ടും നമ്മുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനും പിന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട്. ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു 250 രൂപയുടെ പേയ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അത് അവിടെ തന്നെയാണ്, ഓൺലൈനായിട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഏകദേശം 2 മാസമാണ് നമുക്ക് ഈ എന്താ പറയുക റിക്രൂട്ട്മെൻറ്റ് റാലി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളെ ഡിസ്പാച്ച് ചെയ്യുന്ന പരിപാടി, മെഡിക്കൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു മെഡിക്കൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണവശാലും നമുക്ക് ഒരാളെ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. മെഡിക്കലി ക്വാളിഫൈ, പക്ഷേ വാട്ടെവർ ഹാപ്പൻ 270 ദിവസത്തിന് മുമ്പ് നമ്മൾ അവരെ ഡിസ്പാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മെഡിക്കൽ ചെയ്യണം. പിന്നെ വേറൊന്ന്, മെഡിക്കലൊക്കെ ചെയ്തു എല്ലാം ആയി, സെൻറ്ററിൽ പോയി, അവർക്ക് സംശയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ വെച്ചിട്ട് മെഡിക്കൽ ചെയ്യാം. ശരിക്കും അത്രയും കറ കളഞ്ഞ ഒരു ജനറേഷനാണ് ഇപ്പൊ കാര്യം മനസ്സിലായത്. അപ്പൊ നമ്മുടെ വീട്ടിൽ വരും ആൾക്കാർ വന്നിട്ട്, അപ്പോൾ അച്ഛനും അമ്മയും മോനും കൂടെ വരും, പറയും സാറേ ഇവൻ കണ്ടാൽ നല്ല ഇതുണ്ടല്ലോ, ഉണ്ട്, നന്നായിട്ട് ഓടും, നന്നായിട്ട് ചാടും. അപ്പം നമ്മൾ കുട്ടിയോട് പറയും കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾ കാര്യം ചെയ്യും, പ്രാക്ടീസ് ചെയ്യും ഓട്ടത്തിൻ്റെ. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ, അപ്പോൾ ഞാൻ ഈ 5.5 മിനിറ്റ് പറയുന്നത് 6 മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ 6 മിനിറ്റിൻ്റെ ആ സമയമാണെങ്കിൽ പോയോ, പിന്നെ അടുത്ത ഓരോ സ്റ്റേജിൽ ഞാൻ ഗൈഡ് ചെയ്യാം. അവർ പിന്നെ ആരും വെട്ടി വരില്ല, അതോടുകൂടി അവരുടെ പരിപാടി കഴിഞ്ഞു. ഇതാണ് ശരിക്കും പലരും ഇതിന് നമ്മളുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് സാറിന്റെ കോണ്ടാക്ട് നമ്പറും. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഇന്റർവ്യൂ കേട്ട് കഴിഞ്ഞതിന് ശേഷം അഥവാ കേൾക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ആരും കോണ്ടാക്ട് ചെയ്യേണ്ട ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. കാരണം ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പുസ്തകത്തിലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതെ. ഈ ഓൺലൈൻ ടെസ്റ്റ് നമുക്ക് വീടുകളിലിരുന്ന് ചെയ്യാവോ അതോ സെന്ററുകളിൽ പോയിട്ട് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? ഈ ടെസ്റ്റുകൾ ഓക്കെ, വളരെ നല്ല ചോദ്യം. ഇന്ത്യയിൽ
ഇന്ത്യൻ ആർമി 200 സെന്റേഴ്സ് കമ്പ്യൂട്ടർ ടെസ്റ്റിംഗ് ആണല്ലോ, അതെ, അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യാമല്ലോ. ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 5 സെന്റേഴ്സിൻ്റെ പേര് കൊടുക്കാം, നമുക്ക് സെലക്ട് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഓർഡർ ഓഫ് പ്രയോറിറ്റിയിൽ അവർ നോക്കും. അപ്പോൾ മിക്കവാറും നമ്മൾക്ക് എവിടെ പോകണം അത് അവർ അലോട്ട് ചെയ്യും. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അവിടെ പോകുന്നതിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ ആ പറഞ്ഞ സമയത്തിൻ്റെ 1.5 മണിക്കൂർ മുമ്പാണ് അവിടെ ഗേറ്റ് തുറക്കുക. 1.5 മണിക്കൂർ മുമ്പ് ഗേറ്റ് തുറക്കും, 1/2 മണിക്കൂർ മുമ്പ് അത് ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടെ പോകുമ്പോൾ പിന്നെ ഡോക്യുമെൻറ്റും പരിപാടി എല്ലാം വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെ പ്രിപ്പറേഷനാണ്. അപ്പോൾ പ്രിപ്പറേഷൻ കുറേ തറുവായിരിക്കണം. ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ള കുട്ടികൾ ഏറെക്കുറെ എല്ലാവരും അവിടെയൊക്കെ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ഒട്ടേറെ കോച്ചിങ് സെന്റർ, അതായത് മിലിറ്ററിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ഇഷ്ടം പോലെ. ഇപ്പൊ ഹരിയാനയിലൊക്കെ 10-15 ഇരുവണ്ണുണ്ടാവും, ചിലപ്പോൾ 10-ലും കൂടുതലുണ്ടാവും. അവിടെയൊക്കെ അവര് ഇതുമായിട്ടുള്ള ഫെസിലിറ്റീസ് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു 2-3 സ്ഥലത്ത് ഇങ്ങനെ കേട്ടു. അത് കേട്ടപ്പോൾ ചിരിക്കായിരുന്നു ഞാൻ. അവിടെ പോയിട്ട് കുട്ടികളെ കൊണ്ട് പരേഡ് ചെയ്യിക്കും, മാർച്ചിങ് ചെയ്യിക്കും അവരെ കൊണ്ട്. ഈ മാർച്ചിങ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഇല്ല റിക്രൂട്ട്മെന്റിന്റെ സമയത്ത്. അപ്പോൾ കേരളത്തിൽ അങ്ങനത്തെ കോച്ചിങ് സെന്റേഴ്സ് ഇല്ല. പക്ഷേ എൻ്റെ വാസ്തവത്തിൽ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമില്ല. ഒരു സെന്ററിൽ പോയിട്ട് കോച്ച് ചെയ്യേണ്ട ആവശ്യം ഒരാവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അതിൽ നിന്ന് എന്താണ് ഇതിന്റെ ന്യൂആൻസസ്. ഇപ്പൊ ഞാൻ ആ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞു, അത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവില്ല, ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അതിന്റെ ആ ന്യൂആൻസസ് ഒക്കെ ഇതിനെപ്പറ്റി പരിചയം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഡയറക്ടർ റിക്രൂട്ടിംഗ് ആയതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും ഇങ്ങനെയാണെന്നുള്ളത്. അപ്പൊ തറോ പ്രിപ്പറേഷൻ തന്നെ വേണം കേട്ടോ. അതിൽ വേറെ യാതൊരു ഇതില്ല. അപ്പൊ 2 ടെസ്റ്റ് കഴിഞ്ഞല്ലോ. ആദ്യം ഓട്ടം കഴിഞ്ഞു, അത് കഴിഞ്ഞു പിന്നെ പുള്ളപ്പായി. അപ്പൊ ഇതിൽ ഒരു പ്രത്യേകത പറയാൻ മറന്നുപോയി. ഓരോ സ്റ്റേജിലും ഫെയിൽ ആയുള്ള ആൾക്കാർ അവിടെ നിന്ന് തന്നെ ഔട്ടാണ്. അപ്പൊ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യമാണ്. കാരണം ഇവരെ നമ്മള് ഇപ്പൊ ഒരുത്തൻ ഓടിയിട്ട് ഇല്ല, അവനെന്ന് എന്ത് ചെയ്യുന്നറിയോ, അവൻ വീണ്ടും അതിൽ വന്നു. അപ്പൊ അവനെ പിടിച്ചു വെക്കാനായിട്ട് ഭയങ്കര പാടാ. അപ്പൊ ഇവരെ ഓരോരുത്തരും സ്ട്രീം ലൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് നേരിട്ട് ബസ്സിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അത് പോലീസുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പൊ റിജക്ട് ആയിട്ടുള്ള കുട്ടികളെ മുഴുവനും, അല്ലെങ്കിൽ അവര് പിന്നെ കൂടെ വരും. ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ഹരിയാനയിലൊക്കെ ഭയങ്കര അതെ. അപ്പൊ ഇപ്പൊ ഓട്ടം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 ഫീറ്റ് ഡിച്ചാണ്, 9. അതെല്ലാവരും പാസ്. ഞാൻ ഇന്നേ വരെ അതിലാരെങ്കിലും പിന്നെ ഒരു ബാലൻസ് ഉണ്ട്, സിക്സാക് ബാലൻസ്. അപ്പൊ അതിൽ നമ്മുടെ ബേസിക് ബോഡിയുടെ ബാലൻസ് ആണ് നോക്കുന്നത്. അതിലും ആരും ഫെയിൽ ആവാറില്ല. റിജക്റ്റ് ആവുന്നത് ഏറെക്കുറെ എല്ലാതും ഈ 1 പോയിന്റ്സ് ഫസ്റ്റത്തെ റൗണ്ടിൽ തന്നെ ആണല്ലേ, അതിലാണ് മാക്സിമം. കാരണം അത് നമുക്ക് 200 പേര് ഓടിയാൽ 20 പേരെ മറ്റൊക്കെ എടുക്കുള്ളൂ, അതിനപ്പുറം എടുക്കാൻ പറ്റില്ല. അതിന്റെ ഒരു വലിയ മാനേജ്മെന്റ് ഇഷ്യൂ. അപ്പൊ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ മാനേജ്മെന്റ് ഇഷ്യൂ എന്നുള്ളത്. പറയാം നമുക്ക് സാറേ. അപ്പൊ ഇതിന്റെ ഈ മാനേജ്മെന്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്തോ, നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് റാലി ഇൻഡെഫിനിറ്റ്ലി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻഡെഫിനിറ്റ്ലി ഇത് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഒരു സാധാരണ റാലി എന്ന് വെച്ചാൽ 6 മുതൽ 8 ദിവസമാണ് ഈ റിക്രൂട്ട്മെന്റ് റാലി. ഒരു ദിവസം സാധാരണ 2000 മുതൽ 3000 കാൻഡിഡേറ്റ്സിനാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്. അപ്പോൾ 1000 കാൻഡിഡേറ്റ്സിനെ സ്ക്രീൻ ചെയ്തിട്ട് കാര്യമില്ല, അത്രയധികം വേക്കൻസി ഇല്ല. വേക്കൻസി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ വേക്കൻസി എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യണമെന്ന് അറിയണ്ടേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്. നാട്ടിലൊന്നും ആർക്കും അറിയില്ല എത്ര വേക്കൻസി വേണമെന്ന്. എങ്ങനെയാണ് ഈ വേക്കൻസി ഡിറ്റർമിൻ ചെയ്യാന്നുള്ളത്, അത് എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യാമെന്ന് നാട്ടിലാർക്കും അറിയില്ല. കാരണം അത് എനിക്കറിയുന്നത് ഞാൻ റിക്രൂട്ടിംഗ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതിനെ RMP എന്നാണ് പറയുക, റിക്രൂട്ടബിൾ മെയിൽ പോപ്പുലേഷൻ. ടോട്ടൽ പോപ്പുലേഷൻ്റെ മെയിൽ പോപ്പുലേഷൻ്റെ 10% ആണ് റിക്രൂട്ടബിൾ മെയിൽ പോപ്പുലേഷൻ. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മൾ അസസ് ചെയ്യണമെങ്കിൽ അത് 3,52,00,000. 2011 കഴിഞ്ഞ സെൻസസ് കഴിച്ചത്. അപ്പോൾ അന്ന് 3,33,00,000 ഇപ്പോഴത്തേത് അത് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ ഒരു 3 കോടി. ഇത്
ഡാറ്റ ഇത് കറക്റ്റ് ആണ്. ഇത് നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 3,52,00,000 ആൾക്കാരാണ്. അതിൽ മെയിൽ പോപ്പുലേഷൻ ഞാൻ പറഞ്ഞില്ല, റിക്രൂട്ടബിൾ മെയിൽ പോപ്പുലേഷൻ. അപ്പോൾ അത് എത്ര ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടേത് 1,69,00,000 മെയിൽ പോപ്പുലേഷൻ. ഇതിലൊരു രസം എന്താണെന്നറിയാം, നമ്മുടെ കേരളത്തിൽ ഇത് ആൻഡ്രോയിഡ് അറിയാൻ വേണ്ടി മാത്രം പറയുന്നത്, കേരളത്തിൽ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ഈസ് സ്ക്യൂഡ് ഇൻ ഫേവർ ഓഫ് ദി ഫീമെയിൽ. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുണ്ട് കേരളത്തിൽ. ഹരിയാനയിൽ 1000 പുരുഷന്മാർക്ക് 920 സ്ത്രീകളുണ്ട്. കുറവാണല്ലേ? കുറവാണ്. അപ്പൊ അതാണ് നമ്മളുടെ ഒരു ഈ മെയിൽ പോപ്പുലേഷൻ കുറവാനുള്ള ഒരു റിക്രൂട്ടബിൾ മെയിൽ പോപ്പുലേഷൻ. അപ്പൊ അതിന്റെ 10%. അപ്പൊ ഇനിയിപ്പോൾ നമ്മളിതിന്റെ വേക്കൻസി ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ള ഒരു വളരെ റഫ് ആയിട്ടുള്ളൊരു ഫോർമുല എന്താണെന്ന് അറിയോ? ഇപ്പോൾ ഇന്ത്യയിൽ ആകെ 543 MP-മാരാണല്ലോ ഉള്ളത്. 543 MP-മാർ. 545 2 നമ്മൾ നോമിനേറ്റ് ചെയ്യണം. റൈറ്റ്. അപ്പൊ ഈ 543 ഇപ്പോൾ കേരളത്തിൽ നിന്ന് 20 MP-മാരാണുള്ളത്. കേരളത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നിന്ന് 39 MP-മാരുണ്ട്. ഹരിയാനയിൽ നിന്ന് 10 പേരുള്ളൂ. പഞ്ചാബിൽ നിന്ന് 26 പേര്, ബംഗാളിൽ നിന്ന് 42 പേര് MP-മാര്. അപ്പോ കേരളത്തിന് കിട്ടുന്നതിനേക്കാളും കുറവാണ് ഹരിയാനയ്ക്ക് കിട്ടുന്നത്. അപ്പൊ മൊത്തം ഒരു X ആണെന്ന് വിചാരിക്കുക ടോട്ടൽ വേക്കൻസി അവൈലബിൾ ഉള്ളത്. അപ്പൊ കേരളത്തിന് കിട്ടുന്നത് X ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 543. ഹരിയാനയ്ക്ക് കിട്ടുന്ന എത്രയാ? X മൾട്ടിപ്ലൈ ബൈ 10 ഡിവൈഡഡ് ബൈ 543. അത്രയല്ലേ കിട്ടും. ആ ഒരു പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് അത്രേ കിട്ടുള്ളൂ. പിന്നെ ഇതിൽ കുറച്ചൊരു വേരിയേഷൻ വരും. ഇപ്പൊ ചില റെജിമെന്റിൽ ബറ്റാലിയനിലൊക്കെ സ്ട്രെങ്ത് കുറവും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ ഒന്ന് റിക്രൂട്ടിംഗ് ഡയറക്ടറേറ്റിന്റെ ലെവലിൽ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ റഫ്ലി അപ്പൊ നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. 2026 ഇന്ത്യൻ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാൻ പോകുന്ന അഗ്നിവീഴ്സിന്റെ നമ്പർ 46,000. 2027 അത് 90,000 ആവും, 90,000. 28 മുതൽ 1.25 ലക്ഷം കൂടും. അപ്പോൾ വേക്കൻസികൾ കൂടും. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് റാലിയിൽ 422 സീറ്റുകളെ നമ്മളുടെ കോഴിക്കോടത്തെ റിക്രൂട്ടിംഗ് ഓഫീസിൽ കിട്ടുള്ളൂ. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കും 422. അതെങ്ങനെയാ? ഇപ്പോൾ ഒരു ഇന്ത്യയിലത്തെ കംപ്ലീറ്റ് ടെറിട്ടറി ഉണ്ടല്ലോ, ആ ടെറിട്ടറിനെ 13 ഹെഡ്ക്വാർട്ടർ റിക്രൂട്ടിംഗ് സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 12 റിക്രൂട്ടിംഗ് സോൺ. അതിൽ ഒന്ന് നേപ്പാളിലാണ്, ഒന്ന് ഡൽഹിയിൽ IRO എന്ന് പറയും, അവിടെ ഒന്നുണ്ട്. ബാക്കിയുള്ള ഈ 11 റിക്രൂട്ടിംഗ്. ഈ 11 റിക്രൂട്ടിംഗ് സോണിൽ നമ്മൾ കർണാടക അതിൽ ബേസ് ആയിട്ടുള്ള ബംഗളൂരു റിക്രൂട്ടിംഗ് സോണിന്റെ അണ്ടറിലാണ് നമ്മൾ കേരള. അപ്പോൾ ഇതിൽ കർണാടക, കേരള, തമിഴ്നാട് വരെയുണ്ട്. കർണാടക, കേരള, യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് ആൻഡ് മാഹി. ഇത് 4 ഇതിനകത്ത് ഇൻക്ലൂഡ്. കേരളത്തിൽ 2 റിക്രൂട്ടിംഗ് ഓഫീസുണ്ട്, കോഴിക്കോടും തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ അണ്ടറിൽ തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, ആലപ്പുഴ, ഞാൻ നേരത്തെ റെഫർ ചെയ്തു, ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം വരെ എറണാകുളം. ബാക്കിയുള്ളത് മുഴുവനും കോഴിക്കോട്. അപ്പോൾ ടോട്ടൽ വേക്കൻസി 1688 ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് നോക്കും. ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ കൊല്ലത്തിൽ 2 റിക്രൂട്ട്മെന്റ് റാലി ഉണ്ടാവും ഓരോ റിക്രൂട്ട്മെന്റ് ഓഫീസിന്റെ. അപ്പോൾ 844. ഒരു റാലിയിൽ 422. ഇത്രയേ ഉള്ളൂ. നമ്മളിതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 1000 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ സ്ഥിതിക്ക് 25 പേർക്കേ കിട്ടുള്ളൂ. 100 ഇന്ന് 2.5. ഇനി വേക്കൻസികൾ കൂടി വന്നാൽ 1000 51 പേര്, അല്ലെങ്കിൽ 100 5.1. ഇത്രയും വേക്കൻസികളെയാണ് കിട്ടുന്നത്. അതിലേക്കാണ് നമ്മൾ അതിലേക്കാണ്. അപ്പൊ കാര്യം മനസ്സിലായോ? അപ്പൊ ഇത്
കളിയല്ല, സംഗതി കാര്യമാണ്. അതെ. ഓക്കെ, അത്രയും വളരെ ടഫായിട്ടുള്ള ഒരു സെലക്ഷൻ ആണെന്ന് ഏൻഡോയും ഞാനും നമ്മളെ കേൾക്കുന്ന ആൾക്കാരും എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് ഈ ടെറിട്ടറി മാറി നമുക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ അപ്പിയർ ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോൾ ഒരു കോമൺ ടെസ്റ്റ് ആണല്ലോ, നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു ടെസ്റ്റ് അല്ലേ? ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് തമിഴ്നാട്ടിൽ പോയിട്ടോ ടെസ്റ്റുകൾ അപ്പിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല എൻ്റെ. അപ്പോൾ അതിനാകെ കൂടെ ഒരേ ഒരു എക്സെപ്ഷനാണ്. ഓക്കെ. ഈ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ. അതെ. ഇപ്പം ഞങ്ങളുടേത്, ഞാൻ ആർട്ടിലറി നാണല്ലോ. അപ്പോൾ ആർട്ടിലറിയുടെ നാസിക് റോഡ് ക്യാമ്പ് ഉണ്ട്. അത് ഞങ്ങളുടെ ട്രെയിനിങ് സെൻ്ററാണ്. ആ ട്രെയിനിങ് സെൻ്ററിൽ എക്സ് സർവീസ്മാൻ്റെ മക്കൾക്ക് ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. സെർവിങ് സോൾജേഴ്സ്, എക്സ് സർവീസ്മെൻ്റെ വാർ വിഡോസിൻ്റെ മക്കള്, അല്ല വിഡോസിൻ്റെ മക്കൾ, അവർക്ക് വേണ്ടി അവിടെ ഒരു റാലിയാണ്. പക്ഷെ അത് അവർക്ക് വേണ്ടി മാത്രമാണ്. പക്ഷെ അവിടെ എക്സെപ്ഷൻസ് ഒന്നുമില്ല. പ്രൊസീജിയർ എല്ലാം സെയിം. അല്ലാതെ ഇപ്പോൾ തൃശ്ശൂർ ഉള്ള ഒരാൾക്ക് തിരുവനന്തപുരത്തിന്റെ റിക്രൂട്ട്മെന്റ് റാലിയിൽ പോകാൻ പറ്റില്ല. അതിൽ പോലും പോകാൻ പറ്റില്ല. നോ. ഓക്കെ. അപ്പം അതിന് ഈ ഡോക്യുമെന്റേഷൻ ഉണ്ടല്ലോ. ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ എൻ്റെ എന്താ ഈ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാ വേണം അത് കേട്ടാൽ തന്നെ ശരിക്കും ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറയല്ല, ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. അപ്പൊ എന്തെല്ലാം ഡോക്യുമെന്റ് വേണം? ഇപ്പോൾ നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് 2 സ്റ്റേജിലാണ് കേട്ടോ. ആദ്യത്താണ് ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ, ഞാൻ അതിനെ പറ്റി പറഞ്ഞത്. പിന്നെ അടുത്ത സ്റ്റേജിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ്, ഡോക്യുമെന്റേഷൻ, അഡപ്റ്റബിലിറ്റി ടെസ്റ്റ്, മെഡിക്കൽ, ഇതൊക്കെ 2ാമത്തെ സ്റ്റേജിലാണ്. ഇപ്പൊ നമ്മൾ ഈ 2ാമത്തെ സ്റ്റേജിൽ പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റുകൾ ഫിസിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ ഡോക്യുമെന്റുകളും വേണം. അത് വേണ്ട ഡോക്യുമെന്റ്സിന്റെ പേര് എൻ്റെ ഓർമ്മയിൽ നിന്ന് കിട്ടുന്നത്ര ഞാൻ പറഞ്ഞുതരാം. മിസ് ചെയ്യില്ലെന്ന് അറിയില്ല. ഏറ്റവും ആദ്യം തന്നെ നമുക്കുള്ള 20 ഫോട്ടോഗ്രാഫാണ്, മിനിമം 20 ഫോട്ടോഗ്രാഫ്സ്. അപ്പൊ അത് ആ ഫോട്ടോഗ്രാഫിൽ ഷെയ്വ് ചെയ്തിട്ടുണ്ടാവണം, ക്ലീൻ ഷെയ്വൺ, ക്രൂ കട്ടായിരിക്കണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്, പ്രോപ്പർ പേപ്പറിലായിരിക്കണം. അല്ല നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് എടുത്തിട്ടുണ്ട്. പ്രോപ്പർ ഫോട്ടോഗ്രാഫിക് പേപ്പറിൽ 20 ഫോട്ടോഗ്രാഫാണ്. അഡ്മിറ്റ് കാർഡ് അതിൻ്റെ 2 കോപ്പി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അത് ഈ www.joinindianarmy.nic.in എന്ന് പറയുന്ന ആ സൈറ്റിലാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 2 ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ കളർ പ്രിന്റ് വേണം. ഇത് 2 ആയോ? പിന്നെ നമ്മുടെ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം. പിന്നെ എല്ലാ വിധത്തിലുള്ള എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ ഡോക്യുമെന്റ്സും, ഓൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ്. ടെക്നിക്കൽ പ്രൊഫഷൻസി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടെക്നിക്കൽ പ്രൊഫഷൻസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ പല സർട്ടിഫിക്കറ്റുകളിലും നമ്മുടെ ഫോട്ടോഗ്രാഫ് വേണം. ഫോട്ടോഗ്രാഫ് ഇല്ലാത്ത അപ്പോൾ ടെക്നിക്കൽ പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് ആണ്. NCC ഇപ്പോൾ ABC സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് വേണം. റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും, അപ്പോൾ അതിന് ആ NCCയുടെ സർട്ടിഫിക്കറ്റ് ആണ്. സ്പോർട്സിലുള്ള സ്പോർട്സിൻ്റെ എല്ലാ വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ 3 ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണം, 3 എണ്ണം. ഒന്ന് സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, അതൊന്ന്. 2ാമത്തെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നമ്മുടെ വില്ലേജ് ഓഫീസർ തരുന്നതാണ്. 3ാമത്തത് പോലീസിന്റെ അടുത്ത് നിന്ന്. അപ്പോൾ 3 എണ്ണം നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ 6 മാസത്തിൽ വാലിഡിറ്റി ഉള്ളത്. ഫോട്ടോഗ്രാഫ് ഞാൻ പറഞ്ഞല്ലോ, അത് 3 മാസത്തിൽ കൂടുതൽ പഴക്കമുണ്ടാവും. ഇനി ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഏതെങ്കിലും എക്സ് സർവീസ്മാൻ്റെ മക്കൾക്ക്, സോൾജേഴ്സിന്റെ മക്കൾക്ക്, അവർക്ക് ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതുകൂടാതെ തന്നെ ഇപ്പോൾ എക്സ് സർവീസിന്റെ മകനാണ് അല്ലെങ്കിൽ സെർവിങ് സോൾജറിന്റെ മകനാണ്, അത് അവരുടെ റെക്കോർഡ് ഓഫീസിൽ നിന്ന് വേണം വാങ്ങിക്കാനായിട്ട്, അവിടെ നിന്ന് ഇവിടുന്നല്ല. അപ്പോൾ അതുകൂടാണ്ട് ഈ എക്സ് സർവീസ്മെൻ ഒരു അഫിഡവിറ്റ് കൊടുക്കണം, ഒരു അഫിഡവിറ്റ്. ഓക്കെ. ഇനി നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്
അതിന് ഒരു കല്യാണം കഴിക്കാൻ പാടില്ല. ഓ ഓ ആ കല്യാണം കഴിച്ച ആൾക്കാർക്ക് ഇറ്റ് ഇസ് ഔട്ട്. ഓ ഓ ഓ ഓക്കെ. ആ 4 കൊല്ലവും കല്യാണം കഴിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് അത് തഹസിൽദാരുടെ അടുത്ത് വേണം വാങ്ങിക്കാനായിട്ട്. ഓക്കെ. പിന്നെ ഈ ഇൻഡിവിജ്വൽ സ്വയം ഒരു അഫിഡവിറ്റ് കൊടുക്കണം. അതിൻ്റെ ഫോർമാറ്റൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് വളരെ എക്സ്റ്റെൻസീവ് ആണ്. ഓക്കെ. വളരെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അവരോട് പറയുകയാണ്, ഞാൻ ഈ ഇതിൽ ചെയ്തിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് വേറെ ഒരുത്തിൽ പോയിട്ടും ഞാൻ റിക്രൂട്ട്മെന്റ് റാലിക്ക് പോയിട്ടില്ല, എൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ കേസില്ല, എൻക്വയറി ഇല്ല എന്ന് തുടങ്ങിയിട്ട് വളരെ വളരെ ഇതാണ്. സ്പോർട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സ്പോർട്സ് 2 കൊല്ലത്തിനാണ് വാലിഡ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡോക്യുമെന്റ്സ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്. ഇതില്ലാന്നുണ്ടെങ്കിൽ സംഗതി പോയി. ഓക്കെ. ഒന്ന് പെർമനന്റ് റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ്. ഓ, പെർമനന്റ് തഹസിൽദാരുടെ അടുത്ത് കിട്ടുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ ഒന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനകത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ അതിൽ റിലീജിയനും എഴുതും. പക്ഷെ റിലീജിയൻ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് റിലീജിയൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മൾ ഈ അഫിഡവിറ്റ് ഉണ്ടല്ലോ, അത് 10 രൂപയുടെ ഒരു നോൺ ജുഡീഷ്യൽ പേപ്പറിലാണ് നോട്ടറി ടെസ്റ്റ് ചെയ്യാൻ. എല്ലാ ഡോക്യുമെന്റിലും നമ്മുടെ പേര് ഒരേ മാതിരി തന്നെയാവണം. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നല്ലേ. സോ ഞാൻ സാധാരണ എഴുതുന്നത് SUB RAM AN IAN എന്നാണ്. പലരും സുബ്രഹ്മണ്യൻ എന്ന് എഴുതും, SUB RAH MAN. ചിലർ SUB RAM AN YAN എന്ന് എഴുതും. ഇതൊക്കെ സുബ്രഹ്മണ്യൻ തന്നെയാണ്. ഇത് നമ്മുടെ ഈ ഡോക്യുമെന്റിൽ എല്ലാത്തും സെയിം അയക്കണം. ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റാണ് നമ്മുടെ ബേസിക് ഡോക്യുമെന്റ്. അതുമാതിരി നമ്മുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, പെർമനന്റ് റെസിഡൻസ്, അതാണ് നമ്മുടെ ഹോം അഡ്രസ്. SSLC ഇത് നമ്മുടെ പേര് മാത്രമല്ല, അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും എല്ലാതും ഡോക്യുമെന്റിലായിരിക്കണം. അപ്പോൾ ആരുടെങ്കിലും ആധാറിൽ, അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെക്ക് ചെയ്യണം. എത്ര പേര് റിജക്റ്റ് ആവുമെന്നറിയോ എൻ്റെ ഈ ഒരു അശ്രദ്ധ കാരണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോക്യുമെൻ്റൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം. പണ്ടൊക്കെ ഇതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ചില ഇതുണ്ടായിരുന്നു. ഈ പല കേസുകളും പെൻഷൻ്റെ ഇതായിട്ട് പല പേരും എഴുതിയിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. എത്രയോ ബുദ്ധിമുട്ടിട്ട് നമ്മളതൊക്കെ ശരിയാക്കി കൊടുക്കാറുണ്ട്. ഇന്നത്തെ കാലത്തൊന്നും പറ്റില്ല. സോ ഡോക്യുമെൻ്റ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഓരോ ഡോക്യുമെൻ്റ് കിട്ടിയാലും അത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്ര അധികം ഡോക്യുമെന്റേഷൻ ഇത്തിരി നല്ലൊരു ലെങ്തി പ്രോസസ് ആണല്ലേ. ഇപ്പോൾ എൻ്റെ ചോദിച്ചില്ലേ പ്രിപ്പറേഷനെ പറ്റി. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ എത്ര സമയം? ഏകദേശം 3 മാസം മുമ്പെങ്കിലും നമ്മൾ ഇതൊക്കെ തുടങ്ങണം. ഒരു പയ്യൻ റിക്രൂട്ട്മെന്റിന് പോകണം. അവൻ്റെ അച്ഛൻ സിയാച്ചിൻ ഗ്ലേഷ്യറിലാണ് ഡിപ്ലോയിഡ്. അവന് ഈ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടണം. അവൻ്റെ അച്ഛന് അഫിഡവിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ അവിടെ ലോട്ടറി എവിടെ ഇരിക്കണോ? ഇറ്റ്സ് എ വെരി വെരി ഡെലിബറേറ്റ് പ്രോസസ്. ഇത്രയും ഡോക്യുമെന്റ് വേണം എൻ്റെ. ഇതില് ഞാൻ ഏറെക്കുറെ ഒന്നും മിസ് ചെയ്തിട്ടില്ലെന്നാണ്. ഏറെക്കുറെ ഇത്രയും ഡോക്യുമെന്റ്സ് ഇത് നമ്മള് ഫിസിക്കൽ ടെസ്റ്റിന്റെ അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് സ്റ്റേജിൽ. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ അത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ പോകുമ്പോൾ ആദ്യം ഒരു റഫ് ഹൈറ്റ് ചെക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഓൺലൈൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഹൈറ്റ് നിയറസ്റ്റ് മില്ലിമീറ്റർ നമ്മൾ വേണം പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഹൈറ്റ് 166 ഞാൻ പറഞ്ഞു കേരളത്തിലത്തെ. ഓക്കെ, അത് 165.9 ആണെങ്കിൽ നമ്മൾ അത് 165.9 തന്നെ പറയണം. അത്ര അക്യുറേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ റിക്രൂട്ട്മെന്റിന് പോകുമ്പോൾ ഏറ്റവും ആദ്യം ഒരു റഫ് ഹൈറ്റ് ചെക്ക് ഉണ്ട്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഒരു ഹൈറ്റിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ നല്ല ഷാർപ്പായിട്ടുള്ള കണ്ണുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവർക്ക് ഒറ്റ നോട്ടത്തിൽ, അവർക്ക് മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഒറ്റ നോട്ടത്തിൽ പറയും, അല്ലാത്തതിനോട് പറഞ്ഞിട്ട് മാറിക്കാൻ പറയും.
എന്നിട്ട് എക്സാക്ട്ലി അവർ അവിടെ വെച്ചിട്ട് തന്നെ ഹൈറ്റ് മെഷർ ചെയ്തതിന് ശേഷം, അല്ലാതെ ഈ പാവം പയ്യൻ ഈ ഓട്ടവും ചാട്ടവും ഇതൊക്കെ കഴിഞ്ഞ് പിടിച്ചതിന് ശേഷം അവിടെ ചെന്നിട്ട് പറയുന്ന എൻ്റെ ഹൈറ്റ് മുഴുവനും ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായില്ലേ. അത് കഴിഞ്ഞാലാണ് പിന്നെ ഈ ഡോക്യുമെന്റേഷൻ ചെക്ക്. അപ്പോൾ ഡോക്യുമെന്റേഷൻ ചെക്കിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ, അവിടെയും വേറെ ഒരു റിക്രൂട്ട്മെന്റ് ഓഫീസിൽ നിന്ന് വന്നുള്ള പിള്ളേരാണ്. അതെ സാർ, നമുക്കിപ്പോ ഈ ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞു, ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു, അടുത്തത് എന്താ അതിന്റെ അടുത്ത പ്രൊസീജിയർ? ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ പൈലത്തെ റിജക്ട് കഴിഞ്ഞതിന് ശേഷം അടുത്താണ് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ്. ഓക്കെ, അത് അവിടെ വെച്ച് തന്നെയാണോ? അവിടെ വെച്ച് തന്നെ. ഓക്കെ, ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ്. അപ്പോൾ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റിൽ ചെയ്യുന്നത് ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് ആണ്. ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, ഇത് മൂന്നാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ആദ്യം ഹൈറ്റിനെ പറ്റി ഞാൻ കുറേ പറയലുണ്ടായി. കേരളത്തിൽ നിന്ന് 166 സെന്റിമീറ്ററാണ് സോൾജിയർ GD അഗ്നിവീറിന് വേണ്ട ഹൈറ്റ്. ടെക്നിക്കൽ എൻട്രി സ്കീമിലുള്ള കുട്ടികൾക്ക് 165 സെന്റിമീറ്റർ, ക്ലർക്സിന് 162 സെന്റിമീറ്റർ. ആർമിയിലെ എനിക്ക് അറിയോ ഇല്ലയെന്നറിയില്ല, ഈ നമ്മുടെ ഗേൾസ് ഉണ്ടല്ലോ, പെൺകുട്ടികൾ, അവർക്ക് ഒരു എൻട്രി സ്കീമുണ്ട്. ഓക്കെ, CMP, സെൻട്രൽ മിലിറ്ററി പോലീസ്. അതിൽ പോകുന്ന പെൺകുട്ടികൾക്ക് 162 സെന്റിമീറ്റർ. ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല. ഇതിൽ വ്യത്യാസം എവിടെയുള്ളത്, എവിടെയാണ് നമുക്ക് അലവൻസ് കിട്ടാൻ വെച്ചാൽ, ഇപ്പം നമ്മുടെ സോൾജേഴ്സ് ഞാൻ പറഞ്ഞല്ലോ 4 കാറ്റഗറി ഉണ്ട്. സെർവിങ് സോൾജേഴ്സ്, പിന്നെ റിട്ടയർഡ് സോൾജേഴ്സ്, എക്സ് സർവീസ്മെൻ, പിന്നെ മക്കള്, വിഡോസിന്റെ മക്കള്, ഓക്കെ, പിന്നെ വാർ വിഡോസിന്റെ മക്കള്. ഇവർക്ക് ഒരു വലിയൊരു കൺസെഷൻ, അവർക്ക് ഹൈറ്റിൽ 2 സെന്റിമീറ്റർ, ഓക്കെ, ചെസ്റ്റിൽ 1 സെന്റിമീറ്റർ, ഓക്കെ, വെയിറ്റിൽ 2 കിലോ കൺസെഷൻ ഉണ്ട് അവർക്ക്. അതുപോലെ സ്പോർട്സ്മാൻമാരുണ്ടല്ലോ, ഡിസ്റ്റിങ്വിഷ്ഡ് സ്പോർട്സ്മാൻമാർ, അവർക്കൊരു കൺസെഷൻ ഉണ്ട്. അവർക്ക് ഹൈറ്റിൽ 2 സെന്റിമീറ്റർ, ചെസ്റ്റിൽ 3 സെന്റിമീറ്റർ, പിന്നെ വെയിറ്റിൽ 5 കിലോഗ്രാം. അതിൻ്റെ അത്രയും വ്യത്യാസമുണ്ട്. കാരണം ഇതിൽ ചില റെസ്ലേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ചിലർക്ക് കുറവുണ്ടാവും, ചിലർ കൂടുതലുണ്ട്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവൽ സ്പോർട്സ്മാൻ ആണെങ്കിൽ അവന് 5 കിലോ കൂടുതലാണെങ്കിൽ കാറ്റഗറി മാറിയല്ലോ അല്ലേ. അപ്പോൾ ഹൈറ്റ് ഞാൻ പറഞ്ഞു 166, ചെസ്റ്റ് 77 സെന്റിമീറ്റർ വിത്ത് 5 സെന്റിമീറ്റർ. നമ്മുടെ മലയാളികൾക്ക് കേരളത്തിൽ ചെസ്റ്റ് എല്ലായിടത്തും സെയിം തന്നെയാണ്. പിന്നെ ഉള്ളതാണ് വെയിറ്റ്. അപ്പോൾ വെയിറ്റ് നമുക്ക് ഒരു റഫ് കാൽക്കുലേഷൻ വെച്ചാൽ BMI എന്താണെന്ന് അറിയാലോ, ബോഡി മാസ് ഇൻഡെക്സ്, അത് 25 താഴെയാണ്. ഇറ്റ് ഷുഡ് ബി ബിലോ 25. ഇപ്പോൾ കേരളത്തിലുള്ള കുട്ടികൾക്ക് മിനിമം 49.6 കിലോ വേണം വെയിറ്റ്, മാക്സിമം 61.6, അത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ ഉണ്ട് അവരുടെ അടുത്ത്, ആ ടേബിളിനനുസരിച്ചിട്ടാണ്. അപ്പോൾ 61.6, 62.6 ആയാൽ പറ്റില്ല, അവരെ മെഡിക്കലിൽ റിജക്റ്റ് ചെയ്യും. ഇതിൽ കുറേ പിള്ളേർ ഫെയിൽ ആവാറുണ്ട്. അത് കൂടുതലും ഈ ഹൈറ്റിൻ്റെ കാര്യത്തിലാണ്. കാരണം ഒരു രക്ഷയില്ല, 1 മില്ലിമീറ്റർ പോയാൽ കഴിഞ്ഞു, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ അല്ലേ. നത്തിങ്, ഹൈറ്റും ചെയ്യാൻ പറ്റും. ആ ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൽ റിജക്റ്റ് ആവുന്നവർ പോയി. ബാക്കിയുള്ളവർക്ക് ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. അതിപ്പോൾ 2025 അത് ഇൻട്രൊഡ്യൂസ്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ അപ്പോൾ ഇതിന് നമ്മുടെ അടുത്ത് ഒരു മൊബൈൽ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റിന് പോകുമ്പോൾ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ, സ്മാർട്ട് ഫോൺ വേണം, അല്ലെങ്കിൽ ടാബ് വേണം. അത് പെർമിറ്റഡ് ആണ്. റിട്ടേൺ ടെസ്റ്റിന് പോകുമ്പോൾ പാടില്ല. പക്ഷേ ഇതിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് അവർ സാധാരണ ചോദിക്കുന്നത്. അതിന് സിലബസും പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ആൻഡോ, ഈ മിലിറ്ററിയിലെ സൈക്കോളജി ടെസ്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് അറിയാം, അത് വളരെ സൂക്ഷിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഓഫീസേഴ്സിൻ്റെ കാര്യത്തിൽ. ഇപ്പോഴാണ് ഇവിടെ ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾക്ക് എത്ര പുസ്തകങ്ങൾ വേണമെങ്കിലും വായിക്കാം, പലരെ കൊണ്ടും ചോദിക്കാം ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ എങ്ങനെ ചെയ്യും നോക്കാം. പക്ഷെ ഇതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ 4 എണ്ണം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 5ാമത് ഒറിജിനൽ സുബ്രഹ്മണ്യനും ഒറിജിനൽ ആൻഡോവും പുറത്തു വരും. പിന്നെ നമുക്ക് ബ്ലഫിങ് ഇല്ല, നമ്മൾ പഠിച്ചതൊക്കെ മറന്നു, എല്ലാം മറന്നു. 4 എണ്ണോ 5 എണ്ണോ കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ എന്താണ് ആ ടെസ്റ്റിന്റെ ഡിസൈൻ അങ്ങനെയാണ്. ഓക്കെ. ഈ 15 ടെസ്റ്റിന് 15 മിനിറ്റാണ് വരിക. അപ്പോൾ അതിൽ 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഏറെക്കുറെ സിമിലർ ആണ്. ഈ ഓപ്ഷൻസ് ഏറെക്കുറെ എല്ലാം സിമിലർ ആണ്. അത് ശരിയായിട്ട് കിട്ടുന്നതിൽ 2 മാർക്ക് കിട്ടും, അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ 0 കിട്ടും. ഏറെക്കുറെ കുറച്ച് ശരിയായിട്ടുള്ളതാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 കിട്ടും. ഇനി ടോട്ടലി നെഗറ്റീവ് ആണെങ്കിൽ ഒരു മൈനസ് ചെയ്തിട്ട്. ഇപ്പം ഇതിപ്പോൾ ഇവോൾവ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അഡാപ്റ്റബിലിറ്റി അത് കഴിഞ്ഞാലാണ് പിന്നെ മെഡിക്കൽ. സാർ, നമ്മൾ ഇതിൻ്റെ 2 പ്രോസസ്സിനെ പറ്റി പറഞ്ഞു. ഓൺലൈനും അതുപോലെ ഫിസിക്കൽ ടെസ്റ്റും അവിടെയുള്ള ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. സാർ, ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ഒരു മെഡിക്കൽ എക്സാമിനേഷനെ പറ്റിയിട്ട് പറയണം. അതിനിടയിൽ ഒരു ചെറിയൊരു ചോദ്യം കൂടി. അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്ക് ഇന്ത്യൻ ആർമിയിൽ എൻട്രി ഉണ്ടോ, അല്ലെങ്കിൽ ഈ അഗ്നിപഥിൽ എൻട്രി ഉണ്ടോ? അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? ഒപ്പം നമ്മുടെ ഈ മെഡിക്കൽ എക്സാമിനേഷനും ആ ഒരു പ്രോസസ്സും കൂടി ഒന്ന് സാറൊന്ന് പറയാം. എൻ്റെ ഈ 2 കൂടെ ഒരുമിച്ച് പറയാൻ നല്ലത്. ഓക്കെ. ഒരു കാര്യം നമ്മൾ ശരിക്കും ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിയാച്ചിൻ ഗ്ലേഷ്യറിലെ -52 ഡിഗ്രിയിലും ജയ്സൽമീറിലെ +52 ഡിഗ്രിയിലും നമ്മൾ സർവീസ് ചെയ്യണം. ഓക്കെ. അതുകൂടാതെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പല ടെറൈനിലുള്ള, അപ്പോൾ വളരെ ഫിറ്റായുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ, സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഒരു ഡിസബിലിറ്റി ആയിട്ട് നമുക്ക് മിലിറ്ററിയിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ. മിലിറ്ററി സർവീസിലായിക്കൊണ്ടിരിക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെ. സോ സിസ്റ്റം വിൽ സീ ഓക്കെ ഹൗ ബെസ്റ്റ് ടു സോർട്ട് ഓഫ് എംപ്ലോയ് യു. അപ്പോൾ അതിനും പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മെഡിക്കൽ ബോർഡ് ഔട്ടായിട്ട് വരാനായിട്ട്. അപ്പോൾ മെഡിക്കലിൻ്റെ ഈ കംപ്ലീറ്റ് പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഒരു ആർമി മെഡിക്കൽ ബോർഡാണ്. അതിൽ വേറൊരാൾക്കും ഒരു വിധത്തിലുള്ള ഒരു റോളുമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സിവിലിലെ ടോപ്പ് മോസ്റ്റ് സർജൻ പോയിട്ട് എയിംസിലെ സർജൻ ഫിറ്റ് ചെയ്തു, അതായിട്ട് ആർമിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. കാരണം അത് ആർമിയുടെ ഒരു സ്പെഷ്യൽ റിക്വയർമെൻ്റ് ആണ്. സോ വിത്ത് ഡ്യൂ അപ്പോളജീസ് ടു ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഓർ വേറെവർ. അപ്പോൾ അത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ആർമിയിലത്തെ ഒരു മെഡിക്കൽ ബോർഡാണ്. അപ്പോൾ ഈ മെഡിക്കൽ ബോർഡ് എങ്ങനെയാണ് കൺസ്റ്റിറ്റ്യൂട്ട് വെച്ചാൽ, എല്ലാ റിക്രൂട്ടിംഗ് ഓഫീസിലും ഒരു റിക്രൂട്ടിംഗ് മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹെഡ്ക്വാർട്ടർ റിക്രൂട്ടിംഗ് സോൺ ബംഗളൂരു, അതിൻ്റെ അണ്ടറിൽ 4 ആർമി റിക്രൂട്ടിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. ഓക്കെ. ബെൽഗാവിലുണ്ട്, മാംഗ്ലൂരുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. 4. ഈ 4 സ്ഥലത്തും ഒരു ഡോക്ടറുണ്ട്. ഓക്കെ. പിന്നെ ഈ ഹെഡ്ക്വാർട്ടർ റിക്രൂട്ടിംഗ് സോൺ ബാംഗ്ലൂരു, അവിടെ 2 ഓഫീസേഴ്സ് ഉണ്ട്. അത് ഒന്ന് SRM, സീനിയർ റിക്രൂട്ടിംഗ് മെഡിക്കൽ ഓഫീസർ. അത് മിക്കവാറും ഒരു കേണലോ ലെഫ്റ്റനന്റ് കേണലോ ആയിരിക്കും. അവിടെ വേറെ ഒരു റിക്രൂട്ടിംഗ് മെഡിക്കൽ ഓഫീസർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പേര്? 5 പേര്. സീനിയർ റിക്രൂട്ടിംഗ് മെഡിക്കൽ ഓഫീസർ സൂപ്പർവിഷൻ മാത്രമാണ്. അദ്ദേഹം ഇൻവോൾവ് ആവില്ല. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം നോക്കും. പക്ഷെ മെഡിക്കൽ ടെസ്റ്റ് മുഴുവൻ ചെയ്യുന്നത് ഈ ഡോക്ടേഴ്സാണ്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഇത് ഒറ്റയ്ക്ക് ഒരാളായിട്ടല്ല ചെയ്യുക. അതായത് ഒരു കാൻഡിഡേറ്റിനല്ല, ഒരു 15 20, കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഈ ഇവരുടെ ഹിസ്റ്റോഗ്രാം എന്ന് നമ്മൾ പറയല്ലേ, അപ്പോൾ അതിൽ നമ്മളുടെ ഒരു ബ്ലഡിൻ്റെ കെമിസ്ട്രി നോക്കും. അതിൽ എസെൻഷ്യൽ ആയുള്ള TLC, DLC, HB, അതൊക്കെ SGOT, SGPT, ഈ വകയുള്ള ടെസ്റ്റുകളൊക്കെ അതിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും അതിലുണ്ടാവും. ഇനിയിപ്പോൾ കൊളസ്ട്രോളുണ്ടോ കാര്യങ്ങളുണ്ടോ അതൊക്കെ അതിനകത്ത് നോക്കും. പിന്നെ ഈ ഡോക്ടേഴ്സിൻ്റെ മുന്നിലാണ് നമ്മൾ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ 15 20 10 15 വരെ ഒരു ദിവസം ഒരു ഡോക്ടർക്ക് ഒരു 50 മുതൽ 60 65 പേരെ ചെയ്യാൻ പറ്റുള്ളൂ. അതിലപ്പുറം പറ്റില്ല. ഒരു ദിവസം ബാക്കിയുള്ള ഓഫീസേഴ്സൊക്കെ വേഗം തിരിച്ചു വന്നാൽ ഒരു ഡോക്ടർ ആർമിയിലെ റിക്രൂട്ടിംഗ് മെഡിക്കൽ ഓഫീസർ ഒരു ദിവസം 12 മുതൽ 14 മണിക്കൂർ നേരം ഈ റിക്രൂട്ടിംഗ് റാലി സമയത്ത് മെഡിക്കൽ ചെയ്യണം. ചെയ്തേ പറ്റൂ, അല്ലാതെ കാൻഡിഡേറ്റ്സ് തീരില്ല. അപ്പം ഇതിനെ ഈ റിക്രൂട്ടിംഗ് മെഡിക്കലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഒരു
ഒരു മെഡിക്കൽ ഒരു മാനുവൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതുമാതിരി ഇവരുടെ ഒരു മെഡിക്കൽ മാനുവൽ ഉണ്ട്. അതിൽ എല്ലാ സ്റ്റാൻഡേർഡ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ വേസ്റ്റ്. അപ്പോൾ വേസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ 90 സെൻറ്റിമീറ്ററിൽ കൂടാൻ പറ്റില്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ആണെങ്കിൽ 80 സെൻറ്റിമീറ്ററിൽ കൂടാൻ പാടില്ല. വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ മെയിലിൻ്റെ ഇത് 0.9 ഫീമെയിലിൻ്റെ 0.80 ആണ്. അപ്പോൾ ഇതൊരു ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം. കണ്ണിൻ്റെ കാര്യം പറയാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇപ്പോൾ സൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ മിലിറ്ററിയിൽ സൈറ്റിൻ്റെ കാര്യത്തിൽ ഇത്തിരി ഒരു ലാക്സിറ്റി ഉള്ളത് ക്ലർക്സിനാണ്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ എന്തെല്ലാമാണ് സാധാരണ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക? മയോപ്പിയ ഉണ്ടാവാം, ഹൈപ്പർ മെട്രോപ്പിയ ഉണ്ടാവാം, എസ്റ്റിഗ്മാറ്റിസം ഉണ്ടാവാം, പിന്നെ നമ്മുടെ റെറ്റിനലിലെ ഡിഫക്റ്റ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ മേക്കുലർ ഹോൾ എന്ന് പറഞ്ഞിട്ട് റെറ്റിനയുടെ അകത്ത് ഹോൾ ഉണ്ടാവുന്നതിന് മേക്കുലർ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇത്തരം ഇതിനെല്ലാം അവർ അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അത് അവർ ഡിസൈഡ് ചെയ്യും. ഓക്കെ. ഈ പറയുന്ന മാനുവലിലത്തെ അതിനനുസരിച്ചാണ്. പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ കളർ പെർസെപ്ഷൻ CP4 എന്ന് പറയുന്നത്, CP കളർ പെർസെപ്ഷൻ 4, അത് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ഒരു പുസ്തകം ഉണ്ടാവും, അതിനകത്ത് ഇങ്ങനെ കളർ എന്നുള്ള അപ്പോൾ അതിനകത്ത് നമ്പേഴ്സ് എഴുതി കണ്ടു സാധാരണ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിലത്തെ. അപ്പോൾ അതുണ്ടാവും. പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ചെക്ക് ചെയ്യും. ഇതിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഐസൈറ്റ് വേണ്ടത് ഈ സോൾജിയർ GDക്കാണ്. പിന്നെ വേറൊന്ന്, ഈ ലേസർ സർജറി മിലിറ്ററിയും തമ്മിൽ ചേരില്ല. ഇപ്പോൾ ബൈ ചാൻസ് ലേസർ സർജറി ചെയ്തു എന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ 20 വയസ്സിന് ശേഷം മാത്രമേ ലേസർ സർജറി ചെയ്യാൻ പാടുള്ളൂ ആസ് പെർ ദ മിലിറ്ററി റിക്വയർമെന്റ്. അത് കഴിഞ്ഞാൽ ലേസർ സർജറി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാലേ നമ്മളെ അവർ ഫിറ്റ് ചെയ്യുള്ളൂ. അപ്പോഴത്തേന് 21 വയസ്സായില്ലേ? കാരണം അത് ബോർഡർ ലൈൻ ആയി. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലേസർ സർജറി കഴിഞ്ഞ ഒരു 15 കൊല്ലോ 20 കൊല്ലമൊക്കെ കഴിഞ്ഞ്, എനിക്ക് എത്ര കൂടുതൽ അറിയില്ല, പക്ഷേ അപ്പോഴേ ശരിക്കും അറിയാൻ പറ്റുള്ളൂ വെദർ ദിസ് ഇസ് സക്സസ്ഫുൾ ഓർ നോട്ട്. അല്ലെങ്കിൽ ആൾ ബ്ലൈൻഡ് ആവും. ഈ ബ്ലൈൻഡ് ആയാൽ പിന്നെ ആർമിക്ക് ഒരു ലയബിലിറ്റി ആയി. പിന്നെ നമ്മൾ കറക്റ്റഡ് വേർഷൻ കണ്ണട വെച്ചിട്ടായാലും ശരി, നമ്മൾ എങ്ങനെയായാലും ശരി, അത് 6/6 ആവണം. ഇപ്പം ചിലർക്ക് 6/12 ആവാം, 6/18 ആവാം, 6/24 ആവാം, 6/36 ആവാം. അതിൻ്റെ കറക്റ്റഡ് വേർഷൻ 6/6 തന്നെ വേണം. ഗ്ലാസ് വെക്കുന്നോണ്ട് കുഴപ്പമില്ല. ഗ്ലാസ് വെക്കുന്നോണ്ട് കുഴപ്പമില്ല. ഈ പറഞ്ഞ ക്രൈറ്റീരിയയിലേക്ക് എത്തണം. ഓക്കെ. പക്ഷേ ഒരാൾ 6/18 ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 6/24 ആണ്, അതിൽ ഗ്ലാസ് വെച്ചിട്ടും കാര്യമില്ല. കാരണം അത് ഡിസ്ക്രിപ്ഷനാണ്, ഡോക്ടേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ. പക്ഷെ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ ഇതിൽ മെഡിക്കൽ ഫിറ്റ്നസ്സിൽ 2 തരത്തിലാണ് ഫിറ്റ്നസ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഒന്ന് പെർമനൻറ്റ് റിജക്ഷൻ, ഒന്ന് ടെമ്പററി റിജക്ഷൻ. അപ്പോൾ പെർമനൻറ്റ് റിജക്ഷൻ ആണെങ്കിൽ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ ലെറ്റ് സേ ഹി ഹാസ് ഗോട്ട് കിഡ്നി സ്റ്റോൺ. അപ്പോൾ അവർ അവിടെ പറയുന്നു കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന്. അവർക്ക് ഈ ഡോക്ടേഴ്സ് വളരെ എക്സ്പേർട്ടാണ് കേട്ടോ, ദേ ആർ ട്രെയിൻ. അപ്പോൾ അവർ പറയുന്നത് ഇയാൾക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട്, സംശയം. അപ്പോൾ ഈ കാൻഡിഡേറ്റിനോട് പറയുന്നത് ഇയാൾ പെർമനൻ്റ് റിജക്റ്റഡ്. ഈ കാൻഡിഡേറ്റിന് അപ്പീൽ പോവാം മെഡിക്കൽ ബോർഡ്. അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ അതെവിടെ പോവുക? അടുത്ത ഹോസ്പിറ്റൽ, അതിനായിട്ട് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടുത്തെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അതിനൊരു അപ്ലിക്കേഷൻ ഉണ്ട്. ആ അപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്താൽ അവിടുത്തെ ഡോക്ടർ തന്നെ പറയും, കുട്ടികളെ ആ ഡോക്ടർ പറയും. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്രാഞ്ച് ഉണ്ടല്ലോ ഇതിൽ, നമ്മളാണ് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ ഡോക്ടർ പറയും ഇന്ന ദിവസമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പോയാൽ അവിടുത്തെ ഡോക്ടർ കാണും. അവിടുത്തെ ഡോക്ടർ ഐദർ യു ആർ ഫിറ്റ് ഓർ യു ആർ അൺഫിറ്റ്, ആൻഡ് ദാറ്റ് ഇസ് ഫൈൻ.
ഓക്കെ. ഇനി ടെമ്പററി മെഡിക്കൽ അൺഫിറ്റ്നസ്. ഇപ്പൊ ചെറിയൊരു പ്രശ്നം, അപ്പൊ അതിനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമയം കിട്ടും. ആ സമയത്തിൻ്റെ ഉള്ളിൽ സാധാരണ ഒരു 3 മാസം സമയം കിട്ടും. ആ 3 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളിത് പോയിട്ട് ഈ ടെമ്പററി അൺഫിറ്റ്നസ് ഓവർകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് വീണ്ടും റിവ്യൂവിന് പോവാം. ഓക്കെ. പക്ഷെ ആ റിവ്യൂ എവിടെ പോവാ? ഈ മിലിറ്ററി ഹോസ്പിറ്റലിൽ. ഇവിടെ അല്ല, മിലിറ്ററി ഹോസ്പിറ്റലിൽ ആ ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റൽ ഇവിടെ അല്ല. ഇവരിത് ഒരിക്കൽ കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. എൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെ റിജക്റ്റ് ആവുന്നറിയോ? നമ്മുടെ ഇയർ ഉണ്ടല്ലോ, ചെവി, അതിൻ്റെ അകത്ത് വാക്സ് ഉണ്ടാവും. ഈ വാക്സ് ക്ലീൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ അത് ടെമ്പററി മെഡിക്കൽ അൺഫിറ്റ്നസ് ആണ്. ഓക്കെ. അതൊരു എക്സാമ്പിൾ അല്ലേ? ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രം. അതെ അതെ. ഓക്കെ. ഇനിയിപ്പോൾ ഒരാൾക്ക് ഒരു ഹെർണിയുടെ പ്രശ്നം. ഓക്കെ. അപ്പോൾ ഈ ഹെർണിയുടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നമുക്ക് 2 തരത്തിൽ സർജറി ചെയ്യാം. ഒന്നൊരു ഓപ്പൺ സർജറി ചെയ്യും, അല്ലാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെപ്രോസ്കോപ്പിക് സർജറി. ലെപ്രോസ്കോപ്പിക് സർജറി ആണെന്നുണ്ടെങ്കിൽ 12 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂവിന് പോയാൽ കിട്ടും, അവർ ഫിറ്റ് ചെയ്യും. ഈവൻ അങ്ങനത്തെ കാര്യങ്ങളടക്കം, അതായത് ഇന്റേണൽ അൺഫിറ്റ് പോലും ഇതിൽ ഡയഗ്നോസ് ചെയ്യും. എവറിത്തിങ് ആൻഡ് യു കനോട്ട് എസ്കേപ്പ് ദ ആർമി ഡോക്ടേഴ്സ്. ലെറ്റ് മീ ടെൽ യു ദാറ്റ്. ഒരു ലയബിലിറ്റി വെച്ചിട്ട് നമുക്ക് മിലിറ്ററിയിൽ കയറാൻ പറ്റില്ല. സിസ്റ്റോളിക്, പിന്നെ ഡയസ്ട്രോളിക് ഹാർട്ടിന്റെ മർമറൊക്കെ ഉണ്ടല്ലോ. ഇനി ഹിയറിംഗ് ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കല്ലോ. അപ്പോൾ 610 സെൻറ്റിമീറ്റർ ദൂരം, അതായത് 6.10 മീറ്ററിൽ നമ്മുടെ കോൺവെർസേഷണൽ ലാംഗ്വേജ് അവിടെ നിൽക്കുന്ന ആ ഡോക്ടർക്ക് കേൾക്കാറാവണം. 6.1 ഏകദേശം 20 അടിയായി. അതെ. പിന്നെ മർമർ ചെയ്താലേ, മർമർ ചെയ്യവർ ആ മർമർ എന്താണെന്ന് അത് നമുക്ക് കേട്ട് മനസ്സിലാക്കണം. ഇയറിൻ്റെ വലിയ പ്രശ്നമാണ് ആൾക്കാർ അത്ര, കാരണം ഇയറും ബാലൻസും പരിപാടിയൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ല. പിന്നെ കൂടുതൽ റിജക്റ്റ് ആവുന്നത് ഉണ്ടല്ലോ ബോഡിയുടെ ഡിഫോമിറ്റി. അപ്പം അതിൽ ഫോർ എക്സാമ്പിൾ ഫ്ലാറ്റ് ഫീറ്റ് പെർമനന്റ് റിജക്ഷൻ ആണ്. ബോലെഗ്സ് മനസ്സിലല്ലേ? വളഞ്ഞിട്ടുള്ള അത്. നോക്നി, മുട്ടുകൾ തമ്മിൽ മുട്ടുകൾ കൂട്ടിമുട്ടുക. ഇപ്പം നേരത്തെ ഇങ്ങനെ നമ്മൾ സംസാരിക്കേണ്ടായി, ഏതെങ്കിലും ഒരു ടോ നഷ്ടപ്പെട്ടു, ഒരു വിരലില്ല. ഓക്കെ, ഇറ്റ്സ് എ കോസ് ഫോർ റിജക്ഷൻ. ഇറ്റ്സ് എൻ അബ്സല്യൂട്ട് കോസ് ഫോർ റിജക്ഷൻ. കൈയിൻ്റെ ഒരു ഉദാഹരണം, ഈ കൈ നമ്മുടെ കൈയിൻ്റെ ഇപ്പോൾ കൈ നമ്മുടെ ഇങ്ങനെയാണ്, സ്ട്രൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് മാർച്ച് ചെയ്യണം, ഫയർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഈ കൈ ഇപ്പോൾ എൻ്റെ കൈ സ്ട്രൈറ്റ് ആയി, ആൻഡോൻ്റെ കൈയും സ്ട്രൈറ്റ് ആവും. പക്ഷെ ചില ആൾക്കാരുടെ കൈയിൻ്റെ ഈ ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിള് ഇത് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിയും, ചിലപ്പോൾ പുറത്തേക്ക് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതിന് ക്യൂബിറ്റസ് വൾഗസ് എന്ന് പറയും. ഇങ്ങനെ പോകുന്നതിന്, ഇങ്ങനെ പോകുന്നതിന് ക്യൂബിറ്റസ് വേരസ് എന്ന് പറയും. അപ്പൊ അതിന് എത്ര ഡിഗ്രിയാണ്, ആ ഡിഗ്രി പെർമിറ്റഡ് ആണ്. അല്ല, അത് ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്, ആ ഡിഗ്രി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഡോക്ടർ ഇപ്പോൾ അവിടെ വെച്ചിട്ട് സെറ്റ് സ്ക്വയറും അതൊന്നും വെച്ച് അളക്കേണ്ട ആവശ്യമില്ല. അവരൊറ്റ നോട്ടത്തിൽ, കാരണം ദേ ആർ സോ ഷാർപ്പ്. ഈ ഡോക്ടേഴ്സും ചിലക്ക് നല്ല മിടുമിടുക്കന്മാരല്ലേ, ചെറുപ്പക്കാരുള്ള പിള്ളേരല്ലേ, പിന്നെ അവരൊന്നും കാണുന്നല്ലേ. അപ്പം അവർ അങ്ങനെ നോക്കിയിട്ട് അവർക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു കളീഗിനെ വിളിക്കും, വേറെ ഡോക്ടറെ വിളിച്ചു ചോദിക്കും. ഇത് 2 പേർക്കും ഇനി സംശയമാണെന്നുണ്ടെങ്കിൽ അപ്പം SRM വിളിക്കും. ഇനിയിപ്പോൾ അവർ 3 പേർക്കും സംശയമാണെന്നുണ്ടെങ്കിൽ ഇവനെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. അപ്പം അതുമാതിരി. ഇനി വേറൊരു കാര്യം, ഈ ടാറ്റു ഉണ്ടല്ലോ, അതൊരു ഭയങ്കര വില്ലനാണ്. ടാറ്റു പിള്ളേർക്ക് അറിയില്ല ചെറുപ്പത്തിൽ. ടാറ്റു ഈസ് നോട്ട് പെർമിറ്റഡ് എക്സെപ്റ്റ് ഫോർ നമ്മുടെ കൈ ഉണ്ടല്ലോ, കൈയിൻ്റെ ഈ എൽബോല്ലേ, അതിൻ്റെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ആ സ്ഥലത്ത് റിലീജിയസ് സിമ്പിളായിട്ട്, ഇപ്പം നമ്മൾ ഒരു ശ്രീകൃഷ്ണനെ വെച്ചു, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരെണ്ണം വെച്ചു, ദാറ്റ് ഈസ് പെർമിറ്റഡ്. അത് പുറത്തോട്ട് കാണാൻ പാടില്ല, ഇതിനകത്ത് മാത്രം, ഈ 2 ഭാഗത്ത്. പിന്നെ അല്ലെങ്കിൽ കൈയിൻ്റെ പുറത്താവും. വേറെ ശരീരത്തിൽ എവിടെ ടാറ്റു ഉണ്ടെന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ കോസ് ഫോർ പെർമനന്റ് റിജക്ഷൻ. അല്ലാണ്ട് അത് പോയിട്ട് റിമൂവ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, ഇറ്റ്സ് എ പെർമനന്റ് റിജക്ഷൻ. കഴിഞ്ഞു.
അതോടുകൂടി കഴിഞ്ഞു. ഈ വനവാസികൾ എന്ന് പറയില്ലേ, അതെ, ഈ വനവാസികൾ ആദിവാസികൾ എന്നൊക്കെ പറയുന്നത്, അവിടെ അവരുടെ മതപ്രകാരം ജനിച്ചാൽ കുട്ടികൾക്ക് ഈ ടാറ്റു കുത്താന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടാറ്റു കുത്തുമല്ലോ, ആ ടാറ്റു കുത്തുന്ന അതിന് ഒരു സ്പെഷ്യൽ എഫിഡവിറ്റ് ഉണ്ടായിരുന്നു. ആ ടാറ്റു കുത്തിയപ്പോൾ അവരുടെ ഗ്രാമത്തിൽ നിന്നുള്ള മുഖ്യയുടെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഈ പയ്യൻ സർട്ടിഫൈ ചെയ്യണം, ഇനി ഞാൻ ഒരിക്കലും ഈ ടാറ്റു എൻ്റെ ശരീരത്തിൽ തുല്യമാണ്. ഇപ്പൊ ഏതെങ്കിലും പട്ടാളത്തിൽ നിന്ന് പോരണം എന്ന് വിചാരിക്കും, ഒരുത്തിന് മിലിറ്ററിയിൽ നിന്ന് പോരണം, എന്നാ പിന്നെ ലീവിന് വന്നിട്ട് ഇവിടെ അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പിടിച്ച് കോർട്ട് മാർട്ടിൽ ചെയ്തിട്ട് അവര് വീട്ടിൽ പറഞ്ഞേക്കും. അപ്പോൾ ഇനിയിപ്പോൾ സ്കിന്നിൻ്റെ പിഗ്മെന്റേഷൻ ഉണ്ടെന്നേക്ക്, സ്കിന്നിൽ ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഹെർണിയ ഉണ്ട് നമുക്ക്, കേസ് ഫോർ റിജക്ഷൻ, ഹെമറോയിഡ്സ് ഉണ്ട്, വെരിക്കോസ് വെയിൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഏതൊരു ഇതാണെങ്കിലും റിജക്റ്റഡ്. പിന്നെ ബോഡിയുടെ ഈ സ്ട്രക്ചറും ഷേപ്പ് ഉണ്ടല്ലോ, അത് വളരെ പ്രധാനം. മൗത്ത് ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഇത് ഈ മൗത്ത് ഓപ്പണിംഗ് 3 സെന്റിമീറ്റർ കുറവാണെങ്കിൽ യു ആർ റിജക്റ്റഡ്. അതുമാതിരി നമ്മുടെ ഈ ബോണിന്റെ സ്ട്രക്ചർ, ഈ മാൻഡിബിൾസിന്റെ ഒക്കെ, പിന്നെ പല്ല് 14 പോയിന്റ്സ് ആണ്, അത് ഡോക്ടേഴ്സ് ഡെന്റിസ്റ്റ് അവരുണ്ടെന്നാണ് അത്രയും. അതുമാതിരി 2 പല്ല് ഇളകിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും, അപ്പോൾ ദാറ്റ്സ് എ കോസ് ഫോർ റിജക്ഷൻ. അങ്ങനെ അപ്പോൾ മെഡിക്കലിനെ പറ്റിയിട്ട് അത് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മുഴുവനും പറയേണ്ടി വരും. പക്ഷെ ഞാനൊരു ഡോക്ടറല്ലാത്ത ഒരു ഡോക്ടറല്ലാത്ത കാരണം അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ എല്ലാവരും അത് ആർമി അഡ്വൈസ് ചെയ്യുന്നതാണ്, ഗോ ആൻഡ് ഗെറ്റ് യുവർ സെൽഫ് മെഡിക്കലി ടെസ്റ്റഡ്. റിക്രൂട്ട്മെന്റിന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റ് ചെയ്യിക്കാം, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള. അപ്പൊ അവരോട് പറയണം, ഞാനിങ്ങനെ സെലക്ഷന് പോവാണ്, മിലിറ്ററിന് പോവാണ്. അപ്പൊ ഏറെക്കുറെ എല്ലാ ഡോക്ടേഴ്സിനും അറിയാം, അവർക്കറിയാം എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ചില ഹോസ്പിറ്റലിലൊക്കെ, ഫോർ എക്സാമ്പിൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ള ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ഇവരുടെ ഈ റിക്രൂട്ട്മെന്റിന്റെ ഈ സ്റ്റാൻഡേർഡ്സ് അവരുടെ അടുത്തുണ്ട്. കേരളത്തിലുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ എത്ര മെനക്കെടാണ് അതിന്റെ, എത്ര പ്രിപ്പയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിലല്ലേ, ലാസ്റ്റ് സ്റ്റേജിൽ പോയിട്ട് പറയണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ ഈ നോസ്, ഇപ്പൊ ഈ നേസൽ സെപ്റ്റം ഇതിങ്ങനെ വളഞ്ഞിരിക്കാന്ന് ചോദിക്കും, കഴിഞ്ഞു. അപ്പൊ അത് നമുക്ക് സർജറി കറക്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. ഇപ്പൊ നമ്മുടെ വോയിസ്, അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒരു മെഡിക്കൽ കഴിഞ്ഞു ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ ക്യൂബിറ്റസ് വൾഗസ്, ഈ ക്യൂബിറ്റസ് വൈറസ്, ഇതൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ശരിയാക്കാവുന്നേ ഉള്ളൂ. ബോലെക്സ് ശരിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ, നോക്നി നമുക്ക് ശരിയാക്കാൻ പറ്റുന്നുള്ളൂ, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷെ ലാസ്റ്റ് മൂമെന്റിലാണ് നമ്മൾ നടക്കുന്ന കാര്യം. സാറ്, നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഈ അഗ്നിപഥ് വന്ന് ഇംപ്ലിമെന്റ് ചെയ്തൊരു സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അല്ലേ? കുറേ സ്ഥലങ്ങളിൽ പ്രക്ഷോഭങ്ങളും ആകെ കത്തിക്കലും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനകത്തൊരു പൊളിറ്റിക്സും അങ്ങനെയൊക്കെ ആയിട്ട് അതിനെ മാറ്റിയ ആ ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ സാർ ഇതിപ്പോ നമ്മൾ 2-3 വർഷം കഴിഞ്ഞല്ലോ അല്ലേ? ഇപ്പോ എങ്ങനെയാണ് ആ ഒരു കോൺട്രവേഴ്സി, അതിനുള്ള ഒരു ആൻസർ ഉണ്ടോ ഇപ്പോ? അതോ ഇപ്പൊ നമുക്ക് ഈ ഒരു അഗ്നിവീറിൽ വന്നതിന് ശേഷമുള്ള നമ്മളുടെ യങ് ജനറേഷന്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ്? അതിന്റെ ഒരു വളരെ നല്ല ചോദ്യം എൻ്റെ, അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അന്ന് ഇത്രയും കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. അതെ, നമ്മുടെ ഒരു ലീഡർ പറഞ്ഞു നമ്മൾ നാസികളെ ക്രിയേറ്റ് ചെയ്യണം. വേറെ ഇന്നത്തെ ഒരു ടോപ്പ് പൊളിറ്റിക്കൽ ലീഡർ, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അവര് പറഞ്ഞു വൺ റാങ്ക് 1 പെൻഷൻ പോയിട്ട് ഇപ്പോ നോ റാങ്ക് നോ പെൻഷൻ ആക്കി. അപ്പൊ അങ്ങനെ ഒരുപാട്, അത് എല്ലാവരും ഉണ്ട്. ഈവൻ മിലിറ്ററിയിൽ പോലും, മിലിറ്ററിയിലത്തെ പല ജനറൽസും അവരുടെ പേര് പറയുന്നത് ശരിയല്ല, ഒരു ഞങ്ങളുടെ എക്സ് ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻ, അദ്ദേഹം ഒരു ചീഫ് കോർ കമാൻഡർ, അങ്ങനെ പലരും, ഈവൻ ഞാനടക്കം. ഞാൻ തന്നെ പറയട്ടെ, ഇത് ശരിയാണോ എന്ന് ഞാനും സംശയിച്ചാണ്. പക്ഷെ നമ്മൾ പറയാലോ, ഇംഗ്ലീഷിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്രേസ് ഉണ്ട്, പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദി ഈറ്റിംഗ്. അപ്പോൾ ഈ ഈറ്റിംഗ് എപ്പോഴായിരുന്നു?
ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിൽ 3000 അഗ്നിവീർസ് വെയർ ഡിപ്ലോയിഡ്, എംപ്ലോയിഡ്. അവരുടെ പെർഫോമൻസ്, ഇപ്പം ഇത് കൂടുതൽ എയർ ഡിഫൻസ് ആർട്ടിലറി ആയിരുന്നല്ലോ, അവരുടെ പെർഫോമൻസ്. അപ്പോൾ അവർ അതിൽ ഗണ്ണേഴ്സ് ഉണ്ടായിരുന്നു, ഓക്കെ, പിന്നെ ഓപ്പറേറ്റർ ഫയർ കൺട്രോളേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഓക്കെ, സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾസ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കാർഗിലിനെ പറ്റിയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പറയുമ്പോൾ ഞാനന്ന് ഒരു അക്ഷയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ പറ്റി, അപ്പോൾ അതിൻ്റെ ആ സ്പെഷ്യലിസ്റ്റ് വെഹിക്കിളിനെ ഡ്രൈവ് ചെയ്യുന്ന ഇതിനൊക്കെയും ഈ കുട്ടികളെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. റെജിമെന്റ് ഓഫ് ആർട്ടിലറി ടു വിച്ച് ഐ ബിലോങ്. നമ്മുടെ റെജിമെന്റ് ഓഫ് ആർട്ടിലറിയിൽ കുട്ടികളൊക്കെ ഗണ്ണേഴ്സ് ആയിട്ടും ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ടും ഓപ്പറേറ്റർ ആയിട്ടും ഡ്രൈവേഴ്സ് ആയിട്ടും ഒക്കെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. Their performance was as good as any other soldier. ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അവർക്ക് ഇപ്പം ഇവരുടെ ട്രെയിനിങ് 6 മാസം ആണ് സാധാരണ. അപ്പോൾ ആർട്ടിലറിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 10 ആഴ്ച ബേസിക് ട്രെയിനിങ്, പിന്നെ 21 ആഴ്ച അഡ്വാൻസ് ട്രെയിനിങ്, ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്ററിൽ 31 ആഴ്ചത്തെ ട്രെയിനിങ്. അത് കുറേ നാളായിരുന്നു. അപ്പൊ അത്രയും ട്രെയിനിങ് ചെയ്ത് വന്നാൽ ഇവര് ഇവിടെ വന്നിട്ട് നേരിട്ട് നമ്മൾ അവരെ പറഞ്ഞേക്കല്ലേ. യൂണിറ്റില് കണ്ടിന്യൂസ് ഉള്ള ട്രെയിനിങ് ആണല്ലോ. ഇപ്പൊ നമ്മൾ ഏതൊരു യൂണിറ്റിൽ വന്നപ്പോ എൻ്റെ അടുത്ത് ഈ കുട്ടികൾ വരുമ്പോ നമ്മൾ ഇവരുടെ അടുത്ത് വലിയ സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കുന്നില്ല. സെന്ററിൽ വെച്ചിട്ട് ഒരുപാട് ഒരു സോൾജിയർ ആക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ടാണ് നമ്മളൊരു സ്പെഷ്യൽ ഗ്രൂപ്പിലേക്ക് ഇദ്ദേഹത്തെ വിടുന്നത്. ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വന്നാലോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവറായിട്ട് വന്നാലോ ഓക്കെ. അപ്പോൾ ഡ്രൈവറിൻ്റെ അത് പറയാൻ വിട്ടുപോയി. എൻറോൾമെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് LMB, ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സ്പെഷ്യൽ പ്രിഫറൻസ് ഉണ്ട് ഡ്രൈവേഴ്സായിട്ട്. അപ്പോൾ യൂണിറ്റിൽ വന്നാൽ ട്രെയിനിങ് ഈസ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. അപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പറ്റുന്ന വരില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഓപ്പറേഷനിലാണ്, കാശ്മീർ വാലിയിൽ കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷനിലാണെങ്കിൽ ചിലപ്പോൾ അവിടെ നമുക്ക് ടെക്നിക്കൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഏത് സമയത്തും ഈ കമാൻഡിങ് ഓഫീസറുടെ തലയിൽ ഇതാണ്, മൈ ട്രൂപ്സ് ഹാവ് ടു ബി ട്രെയിൻഡ്, ഐ കാണ്ട് ഹാവ് എനി വീക്ക്ലിംഗ്. അപ്പോൾ ആ ട്രെയിനിങ് നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തും. എല്ലാ യൂണിറ്റിലും പകൽ സമയം കണ്ടെത്തില്ല എന്നുണ്ടെങ്കിൽ രാത്രി സമയം കണ്ടെത്തും. പിന്നെ എൻ്റെ ഒരു കാര്യം എൻ്റെ സർവീസിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്, ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. എവറി സോൾജിയർ ലൈക്സ് ട്രെയിനിങ്. അവർക്ക് അതിന് മാത്രം ഉള്ള ഫ്രീ ടൈം ഒന്നും വേണ്ട, അവർക്ക് ആ റെസ്റ്റ് വേണം. അതിപ്പോൾ ഏതൊരു മനുഷ്യനും വേണ്ടേ. അത് കഴിഞ്ഞാൽ ദേ വുഡ് ലൈക്ക് ടു ബി ട്രെയിൻഡ്. അവർക്ക് ട്രെയിനിങ് ചെയ്യണം, അവർക്ക് ഗെയിംസ് കളിക്കണം. അതൊക്കെ ചെറിയ കുട്ടികളല്ലേ. ഈ 17 വയസ്സ് 18 വയസ്സാകുമ്പോഴാണ് യൂണിറ്റിൽ എത്തുന്നത്. 21 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് ദേ വാണ്ട് ടു ലേൺ മോർ ആൻഡ് മോർ. പിന്നെ ഇപ്പോൾ ഈ അഗ്നിവീർ വന്നതിന് ശേഷം പിന്നെ നല്ലൊരു കൂട്ടം കുട്ടികൾക്കും അറിയാം. ഇതിന്റെ ഒരു പ്രത്യേക കാറ്റഗറി എന്താ, 25% മാത്രമേ നമ്മൾ റിട്ടേൺ ചെയ്തു, ബാക്കിയുള്ള കുട്ടികൾ പുറത്തോട്ട് വരും. അപ്പൊ ഇനിയിപ്പോൾ പുറത്തോട്ട് ഒന്നാമത് അവർക്ക് വലിയൊരു ഇൻസെന്റീവ് ഉണ്ട്. ഇഫ് ഹി ഡസ് റിയലി വെരി വെൽ, അവന് പെർമനന്റ് ആയിട്ട് ഒരു സോൾജർ ആകാൻ പറ്റും. അല്ലെങ്കിൽ തന്നെയും അവനെ സംബന്ധിച്ചിടത്തോളം ഈ 4 വർഷം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. സോ എനിക്ക് ഒരു 100% ഇപ്പം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഈ 4 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ വന്നാൽ, സിവിൽ സ്ട്രീമിലേക്ക് വന്നാൽ, they would be better than many. ഞാൻ എല്ലാവരും കാരണം അതുപോലുള്ളൊരു ട്രെയിനിങ് അല്ല കിട്ടിയിട്ടുള്ളത്. അത്ര കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, എല്ലാം. രാവിലെ 4-4:30 മണിക്ക് എഴുന്നേൽക്കുക, ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യുക, പരേഡ് ചെയ്യുക, എല്ലാ വിധത്തിലും. സോ അതിൻ്റെ അത് അന്ന് കോൺട്രവേഴ്സി ആൾക്കാരുടെ കൺസേൺ തെറ്റില്ലേ എൻ്റെ. കാരണം പെൻഷൻ ഇല്ല, പെട്ടെന്ന് നോക്കുമ്പോൾ പെൻഷൻ ഇല്ല. അപ്പം അത് വലിയൊരു കാര്യം. കൂടുതൽ വർഷം സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ തുടക്കത്തിൽ ഈ കോൺട്രവേഴ്സി ഉണ്ടാവാൻ എന്താ കാരണം? ഐ വുഡ് സേ ദ ഗവൺമെന്റ് ഫെയിൽഡ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ് പ്രോപ്പർലി. ഇതൊരു ഹറിയഡ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ. പാർലമെന്റിൽ ഇത് ഡിസ്കസ് ചെയ്തില്ല, ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവന്നില്ല, ഒരു ഇപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി, ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ പാർലമെന്ററി കമ്മിറ്റി ഉണ്ടല്ലോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാവും, അതിൻ്റെ ഡിഫൻസിൻ്റെ ഇത് അവർ പെട്ടെന്നൊരു ദിവസം ചെയ്യാണ്. സോ പീപ്പിൾ
ഇപ്പം നമ്മളായാലും പറയില്ലേ, അതെ അതെ, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഇതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരുന്ന എന്നോട് പറയണം, നോ, നിനക്ക് 4 കൊല്ലം ട്രെയിനിങ് പറ്റുള്ളൂ ഫസ്റ്റ്ലി. അപ്പോൾ അത് പിന്നെ അന്നത്തെ നമ്മുടെ ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആരായാലും ശരി, അത് തന്നെങ്കിൽ അതിനൊരു കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ സിസ്റ്റം ടോട്ടലി ദ ബോയ്സ് ആർ ഡൂയിങ് റിയലി വെരി വെൽ. ഇപ്പം ഞാനൊക്കെ പല സീനിയർ ഓഫീസേഴ്സിനിട്ടും, ഇൻഫാക്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം എൻ്റെ യൂണിറ്റിൽ വരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാനൊരു എക്സ് ചീഫിനെ കണ്ടു. അദ്ദേഹത്തിന് എതിരായിരുന്നു. ഓക്കെ. ഈ ഒരു ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇപ്പോൾ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എന്നെതിരെ പ്രായത്തിന് കുറേ ജൂനിയറാണ് അവർ. അപ്പോൾ എന്നോട് പറഞ്ഞു, സുബു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ. ടൈം വിൽ സേ, ബട്ട് ആസ് ഓഫ് നൗ ഐ ഫീൽ ഇറ്റ് വാസ് എ റൈറ്റ് തിങ് ടു ഡു. ഓക്കെ. ഓക്കെ. So that itself is, I mean, hearing from him. അതെ അതെ അതെ. സാർ, ഇതുപോലെ തന്നെ പല സ്കീമിലും പല പേരുകളിലും മറ്റു രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ US-ലാണെങ്കിലും ചൈനീസ് ആർമിയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഉണ്ടല്ലോ. അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ആർമി, നമ്മുടെ ഈ ഒരു സ്കീമിന്റെ സ്ട്രെങ്ത് എന്താ? അതായത് അഗ്നിവീറിന്റെ കാരണം അവിടെയും ഈ ഒരു യങ്ങർ ഒരു സ്റ്റേജിൽ അവർ ആർമിയിലൊക്കെ എൻട്രി ഉണ്ടല്ലോ. ഈ പർട്ടിക്കുലർ ഒരു സ്കീം ആ ഒരു ഇതിലല്ല, പക്ഷെ ആ ഒരു ട്രെയിനിങ്, ഒരു വെറൈറ്റി ഓഫ് ട്രെയിനിങ് അവിടെ ഉണ്ടല്ലോ. അത് നമ്മുടെ അഗ്നിവീറും തമ്മിലുള്ള ഒരു ഇപ്പോൾ ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2022 അതെ, സെപ്റ്റംബറിലാണ് ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ ഒരു ഈ കോവിഡ് സമയത്ത് 3 കൊല്ലം റിക്രൂട്ട്മെന്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നീട് നമ്മൾ 46,000 വെച്ചിട്ടാണ് ചെയ്തത്. 1,76,000 ആണ്. 46 × 4, 1,74,000, 46 × 4, വാട്ട് എവർ ഫിഗർ ദാറ്റ് ഈസ്. അപ്പോൾ അത്രയും ആൾക്കാർ. ഇനി അടുത്ത കൊല്ലം മുതൽ ഞാൻ പറഞ്ഞല്ലോ 27 മുതൽ 27-ൽ 90,000 പേരെ ഇൻഡക്ട് ചെയ്യും. പിന്നെ 1,25,000. അപ്പം ഈ 46,000-ൽ ആർമിയുടെ ഷെയർ ഇതൊക്കെ അപ്രോക്സിമേറ്റ് ആണ്. നാളെ വന്നിട്ട് ഒരാൾ ചോദിക്കണേ, സാറ് 40,000 എന്ന് പറഞ്ഞു, 40,001 എങ്ങനെയായിരുന്നു, അല്ല അതൊക്കെ ചോദിക്കാൻ മലയാളികൾക്ക് ചോദ്യമാണല്ലോ. അപ്പോൾ ബേസിക്കലി 3,000 പേര് എയർഫോഴ്സിലും 3,000 പേര് നേവിയിലും 40,000 പേര് ആർമിയിലുമാണ്. അപ്പോൾ നമുക്ക് ശരിയായിട്ട് 2024-25 അല്ല 2-3 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. അതെ അതെ. അപ്പോൾ ഇനി ഗ്രാജുവലി ബിൽഡപ്പ് ആവണം. സാർ, അതുപോലെ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇതിനകത്ത് ചില പ്രിവിലേജസ് അല്ലെങ്കിൽ എക്സെപ്ഷൻസ് കേസുകൾ നമ്മുടെ എക്സ് സർവീസ്മാൻസ് അവരുടെ മക്കൾക്ക്, അതുപോലെ വിഡോസിൻ്റെ മക്കൾക്ക്, അതുപോലെ സ്പോർട്സിലുള്ള ആളുകൾക്ക്, ഒപ്പം NCCയിലുള്ള കുട്ടികൾക്ക്, അതെങ്ങനെയാണ് സാർ അവർക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റിലുള്ള ഒരു അഡ്വാൻറ്റേജ് എങ്ങനെയാണ് സാർ? ഇപ്പോൾ ഈ ഫിസിക്കൽ മെഷർമെൻറ്റിൽ ഉള്ള കൺസെഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതെ. ഇനി ബോണസ് മാർക്സ്, അതിനെ പറ്റിയിട്ടാണല്ലോ അതെ അതെ അറിയേണ്ടത്. അപ്പോൾ അത് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് സൺസ് ഓഫ് എക്സ്-സർവീസ്മെൻസ് വിഡോ, വാർ വിഡോസ് ആൻഡ് സർവിങ് സോൾജേഴ്സ്. അപ്പോൾ ഒരു കാറ്റഗറി അവരാണ്. മറ്റത് സ്പോർട്സ്മെന്മാരാണ്. മൂന്നാമത്തത് NCCയിലത്തെ കുട്ടികൾ. അപ്പോൾ നമുക്ക് ആദ്യം ഈ എക്സ്-സർവീസ്മെൻ ആൻഡ് സർവിങ് സോൾജേഴ്സിൻ്റെ കാറ്റഗറി നമുക്ക് കവർ ചെയ്യാം. ഇവർക്ക് 20 മാർക്ക് ബോണസ് കിട്ടും. 20 മാർക്സ് സ്ട്രേറ്റ് അവേ. പക്ഷേ സിയിലെ പെർഫോമൻസിന് ഇത് കിട്ടുന്നത്. ടോട്ടൽ ഫൈനൽ മെറിറ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെയാണ് വരുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് 40 മാർക്കാണ് സിയിൽ കിട്ടേണ്ടത് പാസ്സാവാനായിട്ട്, അവിടെ ഈ 20 മാർക്ക് ആഡ് ചെയ്യില്ല. അത് എല്ലാ റിക്രൂട്ടിംഗ് കഴിഞ്ഞ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ മെറിറ്റ് വരുമ്പോൾ അതിന്റെ പ്ലസ് ഒരു 20 മാർക്സ്. അപ്പോൾ ഈ 20 മാർക്സ്. ഇനി സ്പോർട്സ്മാൻമാരാണ്. അപ്പോൾ സ്പോർട്സ്മാൻമാരെ നമുക്ക് പല കാറ്റഗറിയിലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ രാജ്യത്തെ ഇന്റർനാഷണൽ ലെവലിൽ റെപ്രസെന്റ് ചെയ്തത്, സ്ട്രേറ്റ് അവേ അവർക്ക് 20 മാർക്സ് കിട്ടും. സ്റ്റേറ്റിനെ നാഷണൽ ലെവലിൽ ചെയ്താൽ അപ്പോൾ അതിന് 10 മാർക്ക്. ഡിസ്ട്രിക്റ്റിനെ റെപ്രസെന്റ് ചെയ്താൽ അതിന്
5 മാർക്ക്. അതായത് സ്റ്റേറ്റ് വിന്നേഴ്സ്. അല്ല, ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റേറ്റിൽ പോയി മത്സരിച്ചു, ഇവിടെ മെഡൽ വിന്നർ ആയിരിക്കണം. അതെ അതെ. നമ്മുടെ രാഷ്ട്രത്തെ ഇന്റർനാഷണൽ ഇതിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ മതി. അതെ, അവിടെ മെഡലിന്റെ ആവശ്യമില്ല. ഓക്കെ. അവർക്ക് സ്റ്റേറ്റ് പോയി 20 മാർക്ക് കിട്ടും. ഓക്കെ. സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നാഷണൽ ലെവലിൽ പോയി, ഓക്കെ, അവിടെ പോയാൽ നമുക്ക് ഒരു മെഡൽ കിട്ടും. ഗോൾഡ്, സിൽവർ ഓർ ബ്രോൺസ്. ഓക്കെ. ഇനിയിപ്പോൾ ടീം പൊസിഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മിനിമം 8th പൊസിഷനിലെങ്കിലും വരണം. ഓക്കെ. ടീം ഗെയിംസ് ഉണ്ടല്ലോ. അതെ അതെ. അപ്പോൾ അവർക്ക് 10 മാർക്സ് കിട്ടും. ഇനിയിപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലാണ് പോകുന്നതെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോളേജിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിനെ റെപ്രസെൻ്റ് ചെയ്തു, അപ്പോൾ 5 മാർക്സ്. അപ്പോൾ ഇതിനൊക്കെയും പ്രാധാന്യം മെഡൽ കിട്ടണം. ഓക്കെ. മെഡൽ കിട്ടാത്തവർക്ക് ദർ ഇസ് നോ കൺസിഡറേഷൻ. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തിനാണ് ഇതിൻ്റെ വാലിഡിറ്റി. 2 വർഷത്തിനേ വാലിഡിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇറ്റ് ഡസൻറ്റ്. അപ്പോൾ ഈ സ്പോർട്സ്മാൻമാരെ പറ്റുള്ളത് മനസ്സിലായത്. ഇനി NCC. അപ്പോൾ NCCയിൽ സർട്ടിഫിക്കറ്റ്സ് ആണല്ലോ, ABC ആണ് 3 സർട്ടിഫിക്കറ്റ്. അപ്പോൾ NCC A സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്ക് 5 മാർക്ക്. ഓക്കെ. B സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 10 മാർക്ക്. പിന്നെ C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 20 മാർക്ക്. റിപ്പബ്ലിക് ഡേ പരേഡിന് പോയവർക്ക് C സർട്ടിഫിക്കറ്റും റിപ്പബ്ലിക് ഡേ പരേഡിലും പങ്കെടുത്തവർക്ക് 25 മാർക്സ്. ശരിക്കും NCCയിലുള്ളവർക്ക് ഫാന്റാസ്റ്റിക്. അതെ. ആദ്യം ഈ അഗ്നിവീർ വരുന്നതിന് മുമ്പ് ഇവർക്ക് ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമില്ല NCCക്കാർക്ക് അല്ലേ? ഓക്കെ. ജസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് മാത്രം. ഫിസിക്കൽ ടെസ്റ്റ് മാത്രം മതി, അത് മാത്രം മതിയായിരുന്നു അവർക്ക്, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഇനിയിപ്പോൾ ഈ മാർക്സ് എങ്ങനെ കൺസിഡർ ചെയ്യാതെ വളരെ പ്രധാനമല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ടെക്നിക്കൽ എൻട്രിയിൽ ഞാനെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഡിപ്ലോമയുടെ കാര്യം പറഞ്ഞു. +2 കഴിഞ്ഞു, 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞു, അവർക്ക് 50 മാർക്ക് കിട്ടും, മാക്സിമം 50. ഓക്കെ. മറ്റത് 25 മാർക്കാണ് മാക്സിമം. അപ്പോൾ ടെക്നിക്കൽ എൻട്രിയിൽ മാക്സിമം കിട്ടാവുന്നത് 50 മാർക്കാണ്. ഈ GDയിൽ കിട്ടാവുന്നത് മാക്സിമം 25 മാർക്കാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ NCCയിൽ ഉണ്ടായിരുന്നു, എക്സ് സർവീസ്മാൻ്റെ മകനാണ്, സ്പോർട്സ് പേഴ്സണും കൂടിയാണ്. അപ്പോൾ എല്ലാവരും 20 കിട്ടണ 60 മാർക്കായില്ലേ? അതെ. അപ്പോൾ അവരുടെ സീലിംഗ് ഉണ്ട് 25 മാർക്സ് മാക്സിമം. ടെക്നിക്കലിൽ 25 മാർക്ക്. ഇനി ക്ലർക്ക് കാറ്റഗറിയെ പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞില്ല. ക്ലർക്ക് കാറ്റഗറി ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് 162 സെന്റിമീറ്റർ ഹൈറ്റ് മതി. 100. മറ്റേത് 166 സെന്റിമീറ്റർ ആണ്. പിന്നെ അവർക്ക് IT-യിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, LIT. അപ്പോൾ അതിൽ O ലെവലിൽ പാസ്സാവുകയാണ്. അപ്പോൾ ഇവർക്ക് 15 മാർക്കിൻ്റെ 15 മാർക്സിൻ്റെ കൺസെഷൻ അവർക്ക് ക്ലർക്കായിട്ട് റിക്രൂട്ട് ചെയ്യണവർക്ക് ക്ലർക്കായിട്ട് കിട്ടും. ഇനി 2-3 കാറ്റഗറി നമ്മൾ ഒന്നുകൂടെ അതും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് ഇതെല്ലാം കൂടെ ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും ഈ 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ്. ഇതുവരെ വേറെ ഒരു ഇതുമില്ല. ഇത് കൂടാണ്ട് ചില ട്രേഡ്സ് ഉണ്ട് ഏറ്റവും മിലിറ്ററിയിൽ. ഇത് ആൾക്കാർ കേട്ട് കാണില്ല. ഒന്ന് ഒരു സർവേയർ ഓട്ടോമേറ്റഡ് കാർട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. ഇത് ഈ എൻജിനീയേഴ്സിൽ ഈ സർവേ ചെയ്യുമല്ലോ, ഭൂമി സർവേ ചെയ്യുന്നത്, അതൊരു സ്പെഷ്യൽ എൻട്രിയാണ്. അവർ നേരിട്ടിട്ട് ഹവിൽദാറായിട്ടാണ് പോവുക. അപ്പോൾ അവർക്ക് ഗ്രാജുവേഷൻ വേണം, BSc. അപ്പോൾ അതിൽ ജിയോഗ്രഫി പിന്നെ അതിൽ BA ആവാം, BSc ആവാം. അപ്പോൾ അതിൽ സയൻസ് വേണം, മറ്റൊക്കെ ജോഗ്രഫി ആവാം. അപ്പോൾ അതിൽ ഡിഗ്രി നിർബന്ധമാണ്. ഇനി അപ്പോൾ ഇവരുടെ ഏജ് 20 മുതൽ 25 വരെ. അപ്പോൾ ഇതിൻ്റെ വേക്കൻസിയും ഇതിൽ വരും. പക്ഷെ അത് റാലി വഴിയല്ല. അതിൻ്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതും ഇതിൻ്റെ ഈ റിക്രൂട്ട്മെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നതും ഈ ഹെഡ്ക്വാർട്ടർ റിക്രൂട്ടിംഗ് സോണാണ്. നമ്മുടെ കേസിൽ ബാംഗ്ലൂർ അവരാണ്. അപ്പോൾ അവിടെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അതൊന്ന്.
പിന്നെ വേറൊന്ന് റിലീജിയസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് യെറ്റ് ദർ ഇസ് അനദർ കാറ്റഗറി. ഓക്കെ. അപ്പോൾ അതിൽ ഇപ്പോൾ പണ്ഡിറ്റ്ജി ആവാം, ബ്രാഹ്മൺ പണ്ഡിറ്റ്ജി ആവാം, പാതിരി ആവാം, മൗലവി ആവാം, ഇനി മൗലവി ഷിയ ആവാം. ഓക്കെ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ കാറ്റഗറിയുടെ ഏജ് 27 മുതൽ 32 വയസ്സ് വരെയാണ്. ഓക്കെ. അപ്പോൾ ഒന്നവർക്ക് ഗ്രാജുവേഷൻ വേണം, പിന്നെ അവർക്ക് അവരുടെ ആ റിലീജിയസ് അതിൻ്റെ ഒരു ആവശ്യമാണ്. കോഴ്സിൻ്റെ അപ്പോൾ പണ്ഡിറ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും സാൻസ്ക്രിറ്റ് അറിയണം. അതിൻ്റേതായിട്ടുള്ള 1-2 ക്വാളിഫിക്കേഷൻസ്. ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കും പോകും. അപ്പോൾ പലർക്കും അറിയില്ലേ അത്. ഓക്കെ. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ റിലീജിയസ് ടീച്ചർ ആയിട്ട് സെലക്ട് ആവാൻ ഏറ്റവും യോഗ്യത ഉള്ളത് കേരളത്തിൽ നിന്നാണ്. കാരണം നമ്മുടെ ആൾക്കാരെല്ലാവരും എഡ്യൂക്കേറ്റഡ്. അതെ അതെ. ഇനിയിപ്പോൾ മൗലവി ആയിട്ടായാലും പാതിരി ആയിട്ടാണെങ്കിൽ എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു എൻട്രി സ്കീം ഉണ്ട്. അപ്പോൾ ഇത് എന്താ പത്തർക്കെ ഊപ്പർ ലക്കീർന്ന് പറയും, കല്ലിൻ്റെ മീതെ കൊത്തി വെച്ചിട്ടുള്ളതല്ല. പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇത് ഇപ്പോഴത്തെയാണ്. ദിസ് ക്യാൻ ചേഞ്ച്. ഇപ്പം അതിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 15 ടെസ്റ്റ്. നാളെ അത് 30 ആയിക്കൊടുന്നില്ല, 25 ആയിക്കൊടുന്നില്ല. ചിലപ്പോൾ ഇപ്പം നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാം, നാളെ നെഗറ്റീവ് മാർക്ക്. അതെ അതെ. ഓരോ സമയത്തിനനുസരിച്ച് അതിങ്ങനെ അതിൻ്റെ ഒരു എക്സ്റ്റെൻസ് ഇത് ക്വാളിറ്റി കൂട്ടാനായിട്ടല്ലേ. വെരി മച്ച്. പിന്നെ ഇപ്പോൾ അപ്പോൾ ഒന്ന് ടോട്ടലി ഒരു അവലോകനം ചെയ്തു നോക്കും. ഒരു നല്ലൊരു സ്പോർട്സ്മാൻ ആണ്, അതേ കുട്ടി തന്നെ ഒരു എന്താ പറയുക NCCയിലും ഉണ്ട്, അല്ലെങ്കിൽ മിലിറ്ററിയിൽ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐഡിയലായിട്ട് ഏത് സബ്ജക്റ്റാണ് നമ്മൾ എടുക്കുക? സയൻസ് സബ്ജക്റ്റ് എടുക്കണ്ടേ? അതെ. അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഒക്കെ അറിയണ്ടേ? അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ചെയ്താൽ വരുന്ന കാലത്ത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫൻട്രിയിലും ആർമഡ് കോറിലും ഒക്കെ ഈ ടെക്നിക്കൽ എൻട്രിയിലുള്ള പിള്ളേർ പോകും. മോർ ആൻഡ് മോർ സിസ്റ്റംസ് ചേഞ്ച് വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയർ ഡിഫൻസ് ആർട്ടിലറിയിലൊക്കെ ഡ്രോണും അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സയൻസിനെ പറ്റിയുള്ള നോളജ് വേണ്ടേ? സോ ഗ്രേറ്റ് പോസിബിലിറ്റീസ് ആൻഡ് ദർ ഇസ് ടെറിഫിക് പോസിബിലിറ്റീസ്. ആൾക്കാർക്ക് ഇത് അറിഞ്ഞിട്ട് മുൻകൂട്ടി തയ്യാറായേണ്ടത്. അതെ അതെ. യെസ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിക്കുകയും ശരിക്ക് നേരത്തെ എനിക്ക് ഇപ്പോഴും സാറിൻ്റെ എല്ലാം കഴിഞ്ഞ് ഒരു വിശ്രമിക്കുന്നൊരു സമയമാണ് സാറ്. എന്നിട്ടും സാറ് അടുത്തൊരു ജനറേഷനോട് സംസാരിക്കാനും അവരെ ബിൽഡ് ചെയ്യാനും ഇന്ത്യയുടെ എന്താ പറയുക കരുത്തായിട്ട് മാറാനൊക്കെ ആയിട്ട് സാറ് കാണിക്കുന്ന ഈ ഒരു സമയം, സാറ് സ്പെൻഡ് ചെയ്യുന്ന സമയമൊക്കെ ഞങ്ങൾ വളരെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. എൻ്റെ നോക്ക്, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഐ എം ജസ്റ്റ് ഡൂയിങ് മൈ ഡ്യൂട്ടി. ഓക്കെ. സർവീസിലായിരിക്കുമ്പോൾ, മിലിറ്ററി സർവീസിലായിരിക്കുമ്പോൾ ട്രൈ ടു ബി ദ ബെസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെയൊക്കെ അറിയാം, കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന് 8 വർഷം അവിടെയും ഞാൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ. യു കീപ് ആസ്കിങ് വാട്ട് കൻ ഐ ഡു. അപ്പോൾ എനിക്ക് ഇതൊരു വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ തന്നത്. സോ ഐ എം റിയലി താങ്ക്ഫുൾ ടു യു. കാരണം ഇത്രയും കാര്യങ്ങൾ ആൾക്കാർക്ക് ഇപ്പം നമ്മൾ ഈ കവർ ചെയ്തുള്ള ഇത്രയും ആസ്പെക്ട്സ് ഒരു പുസ്തകങ്ങൾ വായിച്ചിട്ടോ അവിടെ നിന്ന് ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ പറ്റും. ബട്ട് ഇറ്റ് വിൽ ടേക്ക് മന്ത്സ് ടു ഇത്, മാസങ്ങളെടുക്കും. അതും ഈ ഫൈനർ പോയിന്റ്സ് ഉണ്ടല്ലോ, ആ ഫൈനർ പോയിന്റ്സ് ഒന്നും ഇതൊന്നും പുസ്തകത്തിൽ അവിടെ ഒന്നും കിട്ടില്ല. ഐ വാസ് ഏബിൾ ടു കൺവേ ഇറ്റ് ബിക്കോസ് ഐ ഹാവ് ബീൻ ത്രൂ ഇറ്റ്. അത് കാരണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ടു കൺക്ലൂഡ്, നമ്മുടെ വേക്കൻസി വേറെ സ്റ്റേറ്റിലെല്ലാം കൊണ്ടുപോകാൻ പാടില്ല. ആർമി ഒരിക്കലും സ്റ്റാൻഡേർഡ്സ് കോംപ്രമൈസ് ചെയ്യില്ല. ആർമിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ജസ്റ്റ് ടു കൺക്ലൂഡ്, എൻ്റെ ആർമി കേഡറ്റ് കോളേജിൽ ബാച്ചിൽ 100 വേക്കൻസി ഉണ്ടായിരുന്നു. ബട്ട് ഓൺലി 52 ഫോർ ദ ട്രെയിനിങ്. 48 വേക്കൻസി ഫിലപ്പ് ചെയ്തില്ല. ആ സ്റ്റാൻഡേർഡിൽ ഇന്ത്യൻ ആർമി ഒരു 100 സോൾജേഴ്സ് ഉള്ളതിന് പകരം നമ്മൾ 80 സോൾജേഴ്സിനെ വെച്ചിട്ടോ 70 സോൾജേഴ്സിനെ വെച്ചിട്ടോ നമ്മൾ നമ്മുടെ ടാസ്ക് കോംപ്രമൈസ് ചെയ്തിട്ട് ഫിൽ ചെയ്യണം. നോ വേ, ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ. വീക്ക് ലിങ്ക്സിന് ഇന്ത്യൻ ആർമി. അപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഒരുപാട് താങ്ക് യു സാർ.